ഇപ്പം നിങ്ങൾക്ക് എന്നെ കാണാവോ? ലൈവ് തനിയെ തന്നെ കട്ടായിപ്പോയി. എന്ത് കാരണം കൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഇപ്പം നിങ്ങൾക്ക് എന്നെ കാണാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എങ്കിൽ എല്ലാവരും ഒന്ന് ഹായ് ഇട്ടാൽ എനിക്ക് മനസ്സിലാവും. കാണാൻ സാധിക്കുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? യെസ് എന്ന് ജീസ് കൈതാരം പറഞ്ഞിട്ടുണ്ട്. സിൽവി മൈക്കിൾ ഹായ് പറയുന്നു. നേരത്തെ ലൈവ് തനിയെ കട്ടായിപ്പോയി. എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. FBയുടെ ചില കുസൃതികളായിരിക്കും. അപ്പോൾ നമ്മുടെ ലൈവിൻ്റെ ടോപ്പിക് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പ്രാദേശിക മലയാള പ്രയോഗങ്ങളും അവയുടെ സാമാന്യ അർത്ഥമാണ് നമ്മളിന്ന് ചോദിക്കുന്നത്. അപ്പം എൻ്റെ ആദ്യത്തെ ചോദ്യം, കുട്ടനാട് ഭാഗത്ത് ഊള എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അറിയാവുന്നവർ പെട്ടെന്ന് ഉത്തരം കമൻറ്റ് ചെയ്യുക. ഉത്തരം വരുന്നില്ല. പൊട്ടനെന്ന് ഫർസാന നൗഫൽ പറയുന്നുണ്ട്. പൊട്ടനാണോ? അത് നമ്മൾ സാധാരണയായിട്ട് പറയുന്ന ഒരു അർത്ഥമാണ്. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നത് കുട്ടനാട് ഭാഗത്ത് എന്താണ് അതിൻ്റെ അർത്ഥം എന്നുള്ളതാണ്. ടെൻസി എന്ന് അജിത് രാജ് പറയുന്നത് അത് വാക്കാണ് എനിക്ക് മനസ്സിലാകുന്നില്ല. ഡി ആണെന്ന് ഉദ്ദേശിച്ചെന്ന് തോന്നുന്നു, എസിന് പകരം. വൃത്തികെട്ടവനെന്ന് ജീസ് കൈതാരം പറയുന്നു. അത് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന അർത്ഥമാണല്ലോ. ഊള എന്ന വാക്കിൻ്റെ സാധാരണമായിട്ടുള്ളൊരു അർത്ഥമാണ് വൃത്തികെട്ടവൻ, അല്ലെങ്കിൽ ഒന്നിനും കൊള്ളാത്തവൻ, അല്ലെങ്കിൽ അങ്ങനെയുള്ള അർത്ഥം. അത്തരത്തിലല്ലാതെ ഉപയോഗിക്കുന്ന അർത്ഥത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. കുട്ടനാട് ഭാഗത്താണ് ഈ പേര് ഉപയോഗിക്കുന്നത്. ഊള, അവിടെ നിറച്ച് ഊളയാണെന്ന് പറയും. എന്തായിരിക്കും? ആലോചിച്ച് നോക്കൂ. കിട്ടുന്നില്ല? കമൻറ്റ് വേണോ? കുട്ടനാടുകാരെങ്കിലും നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കുന്നതും നല്ലതായിരിക്കും. കൊതുക് എന്ന് ഫർസാന നൗഫൽ പറയുന്നുണ്ട്. അല്ല, കുട്ടനാടെന്ന് പറയുമ്പോൾ വെള്ളമുണ്ട്. വെള്ളം ഇറങ്ങുമ്പോൾ കരപ്രദേശങ്ങൾ എന്തായി മാറും എന്ന് ആലോചിക്കുക. നമ്മൾ അതിൽ ചവിട്ടാതെ നടന്നു പോകാനൊക്കെ ശ്രമിക്കാറുണ്ട്. ആർക്കെങ്കിലും കിട്ടിയോ? കിട്ടിയില്ല. ആർക്കും കിട്ടിയില്ല. ആരെങ്കിലും ഉത്തരം പറഞ്ഞു നോക്കട്ടെ. ചോദ്യം ഒന്നുകൂടി. കുട്ടനാട് ഭാഗത്ത് ഊള എന്ന് പറയുന്നത് എന്തിനെയാണ് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഫർസാന നൗഫൽ പറയുന്നു ചളി, സിൽവി മൈക്കിൾ പറയുന്നു ചെളി, അജിത് രാജ് പറയുന്നു ചെളി, ജീസ് കൈതാരം പറയുന്നു ചെളി. ഉത്തരം ശരിയാണ്. ചെളി എന്നുള്ളതാണ് ഉത്തരം. ചളി എന്ന് പറയുമ്പോൾ വേറൊരു അർത്ഥമാവും ഫർസാന. അതുകൊണ്ട് സിൽവി മൈക്കിളിനാണ് ഇന്നത്തെ ആദ്യത്തെ പോയിന്റ്. ചെളി എന്നുള്ളതിന് കുട്ടനാട് ഭാഗത്ത് ഊള എന്ന് പറയും എന്നാണ് ഞാൻ വായിച്ചത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ കേൾക്കുന്നത്. നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള കൂടുതൽ അറിവുള്ള കുട്ടനാടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വാക്കിലേക്ക് പോയാലോ? ഇതങ്ങ് കണ്ണൂരാണ് പോകുന്നത് നമ്മൾ. വാക്കിതാണ് കുൾത്ത്. കുൾത്ത് കുൾത്ത് എന്ന് വെച്ചാൽ എന്താണ്? കണ്ണൂർക്കാരൊക്കെ പോടി വരും, അതെനിക്കറിയാം. കണ്ണൂർക്കാർ കുറച്ച് നേരം സംയമനം പാലിക്കുക. ബാക്കി ജില്ലക്കാർക്ക് ഗസ് ചെയ്യാനുള്ള സമയം കൊടുക്കുക. കുൾത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ചോദിക്കുന്നത്. ഞങ്ങൾ മലപ്പുറം ചളി എന്നാ പറയാന്ന് ഫർസാന നൗഫൽ. ചളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാഡ് ജോക്ക് എന്നും അർത്ഥമുണ്ട് സാധാരണ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ചെളി എന്നുള്ളതാണ് ശരിയായ മലയാളം. അപ്പോൾ അതിനാണ് സിൽവി മൈക്കിളിന് മാർക്ക് കൊടുത്തത് ഞാൻ. ഒരു സെൻറ്റൻസ് പറയുമെന്ന് സിൽവി മൈക്കിൾ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് കണ്ടുപിടിക്കും കുൾത്ത് എന്താണെന്നുള്ളതാണ് ചോദ്യം. ഒരു ക്ലൂ പറയാം. ഇത് നമ്മുടെ വിശപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്. കുൾത്ത്, കണ്ണൂർക്കാർ കുൾത്ത് എന്ന് പറയുന്നത് എന്തിനെയാണ് എന്നുള്ളതാണ് ചോദ്യം. വേഗം ഉത്തരം പറയുക. കണ്ണൂർക്കാരാണ് ഇപ്പോൾ ഓടി വന്ന് ഉത്തരം പറഞ്ഞേനെ. നമ്മുടെ കണ്ണൂർക്കാരൊക്കെ എവിടെ പോയി എന്നറിയില്ല. എങ്കിലും
ആരെങ്കിലും ഉത്തരം പറയും എന്ന്. ഏതോ ഭക്ഷണമാണെന്ന് തോന്നുന്നു. ദീപിക അജിത്ത് പറയുന്നു. അൽ കുൽത്ത് എന്ന് അജിത് രാജ് പറയുന്നു. അതല്ല ഇത് വേറെ. ഇത് കുൾത്ത്. സർബത്ത് എന്ന് സിൽവി മൈക്കിൾ പറയുന്നു. കുറച്ചുകൂടി ഇങ്ങോട്ട് വരട്ടെ. സർബത്തല്ല, മുതിരയാണോ എന്ന് രേഖ ജസ്റ്റിൻ ചോദിക്കുന്നു. അല്ല, ഇത് നമ്മൾക്കെല്ലാം വളരെ സാധാരണമായിട്ട് അറിയുന്ന ഒരു ഭക്ഷണ വിഭവമാണ്. ഇത് നമ്മുടെ വിമിതയൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഓടി വന്ന് പറഞ്ഞേനെ. വിമിത ഓഫീസിലാണെന്ന് തോന്നുന്നു. കണ്ണൂര് കുൾത്ത് എന്ന് വെച്ചാൽ എന്താണെന്ന്. തൈരൊക്കെ ചേർത്തിട്ട് എന്ന് ദീപിക അജിത്ത് പറയുന്നു. സഹല യാസർ പറയുന്നു ജ്യൂസ്. സിൽവി മൈക്കിൾ പറയുന്നു ജ്യൂസ്. ഭക്ഷണമാണോ എന്ന് അച്ഛൻ വിപിൻ ചോദിക്കുന്നു. അതെ, ഭക്ഷണമാണ്. പ്രത്യേകിച്ച് എല്ലാവരും കഴിക്കുന്ന, അല്ലെങ്കിൽ കേരളത്തിൽ ആകമാനം ആളുകൾക്ക് ഇഷ്ടമുള്ളൊരു ഭക്ഷണമാണെന്ന് വേണമെങ്കിൽ പറയാം. എപ്പോഴൊന്നുമില്ലെങ്കിലും നമ്മൾ ചില സമയത്തൊക്കെ കുൾത്ത് ക്രേവ് ചെയ്യും. പ്രത്യേകിച്ച് വല്ല പനിയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ. എന്താണ് കുൾത്ത്? കണ്ണൂർക്കാരുടെ ഒരു പ്രയോഗമാണ് കുൾത്ത്. ആരെങ്കിലും ഉത്തരം പറഞ്ഞിട്ടുണ്ടോ നോക്കട്ടെ. റംസീന നാസർ അറിയില്ല, കണ്ണൂർ ആയതുകൊണ്ടെന്ന്. അത് ശരി. പഴങ്കഞ്ഞി എന്ന് അജിത് രാജ്. ഫർസാന നൗഫൽ കഞ്ഞി. ജി സ്കൈതാരം അവിൽ മിൽക്ക്. റംസീന നാസർ വീണ്ടും കഞ്ഞി. സിന്ധു ശശീന്ദ്രൻ കഞ്ഞി. സിൽവി മൈക്കിൾ കഞ്ഞിയാണെന്ന്. ഞാൻ കഞ്ഞിയാണെന്നാണ് എല്ലാവരും പറയുന്നത്. ദീപിക അജിത്ത് പഴങ്കഞ്ഞി. സുനന്ദ മഹേഷ് ഉണ്ണി ഞമ്മൻ്റെ നാടിനെ പറ്റി ചോദിക്കാടത്തി, നിങ്ങൾ വിഷമിക്കണ്ട. അച്ചു വിപിൻ ബിരിയാണിയാണോ എന്ന്. അച്ചുവിന് ഏറ്റവും ഇഷ്ടം ബിരിയാണിയാണെന്ന് തോന്നുന്നു. സഹല യാസർ പറയുന്നു പലഹാരം. ശരിയായ ഉത്തരം പഴങ്കഞ്ഞിയാണ്. പഴങ്കഞ്ഞിയാണ് കുൾത്ത് എന്ന് പറയുന്നത്. കുൾത്ത് കുടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴങ്കഞ്ഞി കുടിച്ചു അല്ലെങ്കിൽ കഞ്ഞി കുടിച്ചു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം ഉത്തരം പറഞ്ഞത് എനിക്ക് തോന്നുന്നു അജിത് രാജാണെന്ന് തോന്നുന്നു. ഒന്ന് നോക്കട്ടെ. കഞ്ഞി എന്ന് ഉത്തരം പറഞ്ഞത് ആദ്യം അജിത് രാജ് അല്ലേ? ജയശ്രീ ഒന്ന് കൺഫേം ചെയ്യണം. അജിത്തിനാണ് ഞാൻ ഇപ്പോൾ പോയിന്റ് കൊടുത്തിരിക്കുന്നത്. വേറെ ആരെങ്കിലും നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ നമുക്ക് മാറ്റിക്കൊടുക്കാം. ചുക്ക് കാപ്പി എന്ന് രേഷ്ണുജാഹരി പറയുന്നുണ്ട്. അല്ല, ഞാൻ വീണ്ടും കഞ്ഞിയായെന്ന് റംസീന നാസർ. അജിത്ത് തന്നെയാണെന്ന് ഫർസാന കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 ചോദ്യങ്ങൾ കഴിഞ്ഞു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? അടുത്ത് നമുക്ക് കൊല്ലത്തേക്ക് പോവാം. കൊല്ലത്ത് പത്തിരി എന്ന് പറഞ്ഞാൽ എന്താണ്? പനി വരുമ്പോൾ കഞ്ഞിയല്ലേ കുടിക്കൂ, പഴങ്കഞ്ഞിയാണോ എന്ന് ചോദിക്കുന്നു റംസീന. കഞ്ഞി എന്നാണ് ഉത്തരം. പക്ഷെ പഴങ്കഞ്ഞി എന്നുള്ളതിലും കഞ്ഞി ഉള്ളതുകൊണ്ട് ആ കഞ്ഞിക്ക് ഞാൻ പോയിന്റ് കൊടുത്തേ ഉള്ളൂ. അജിത്താണെന്ന് ജയശ്രീ ജോൺ പറഞ്ഞു. ഈയിടെയായി ആകെ കുരുക്ക് പിടിച്ച ലൈവുകളാണ് ലേഖ ജസ്റ്റിൻ. കുരു കഴിക്കാനായി ലേഖ ലൈവിലേക്ക് വരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പത്തിരി എന്ന് വെച്ചാൽ കൊല്ലത്ത് എന്താണ്? പത്തിരി സാധാരണ നമ്മൾ കഴിക്കുന്ന പത്തിരിയുണ്ട്, അരിപ്പൊടി കൊണ്ടുണ്ടാക്കുന്ന പത്തിരി. അതല്ലാതെ കൊല്ലത്ത് പത്തിരി എന്ന് പറഞ്ഞാൽ എന്താണ്? റംസീന നാസർ പറയുന്നു ഒറോട്ടി. അജിത് രാജ് പറയുന്നു പത്തിരി. പത്തിരി എന്താണെന്ന് ചോദിച്ചപ്പോൾ പത്തിരിയാണെന്ന്. അജിത് രാജ് പറയുന്നു അരിപ്പത്തിരി. അല്ല, ആലോചിക്കൂ. കൊല്ലത്ത് പത്തിരി എന്ന് പറയുന്നത് എന്ത് പലഹാരത്തിനെയാണ്? തണ്ണിമത്തങ്ങയാണോ എന്ന് നീതു കൃഷ്ണൻ. പത്തിരിയോ? എൻ്റെ നീതു. സിൽവി മൈക്കിൾ പത്രി. അതെന്തോന്ന്? ജാതിപത്രിയോ? അച്ചു വിപിൻ ഞാൻ പോകുന്നു ഈ കളിക്ക് നമ്മൾ. അത് പറ്റില്ല, അച്ചുവിടെ നിൽക്കണം. ജാതിപത്രി എന്ന് സഹല യാസർ. അല്ല, ഉത്തരം തെറ്റാണ്. പത്തിരി എന്ന് പറയുന്നത് ഒരു പലഹാരത്തിന് തന്നെയാണ്, പക്ഷെ പത്തിരിയല്ല. അതെന്തിനാണെന്നുള്ളതാണ് ചോദ്യം. സിന്ധു ശശീന്ദ്രൻ പറയുന്നു ഒറോട്ടി. രേഷ്ണുജ ഹരി പറയുന്നു പൊറോട്ട. എന്നെയും കൂട്ടിക്കൊന്നു സുനന്ദ മഹേഷ്. എല്ലാവരും പോകല്ലേ, നിക്ക്. പ്ലേസ് ആണോ എന്ന് റംസീന നാസർ. അല്ല, ഒരു ഭക്ഷണ വിഭവമാണ്. ലേഖ ജസ്റ്റിൻ പറയുന്നു പൊറോട്ട. ഭട്ടതിരി എന്ന് സ്പീഡിൽ പറയുന്നതാകുമെന്ന് ബിന്ദു രാജേഷ് പറവൂർ. നെയ്യപ്പം ആകുമെന്ന് ഷൈബി ഷാജു. ഉത്തരം വന്നിട്ടുണ്ട്. രേഷ്ണുജ ഹരിയാണ് ഉത്തരം ശരിക്കും പറഞ്ഞത്. പൊറോട്ടയാണ് കൊല്ലത്ത് പത്തിരി എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലായോ? ഒരു മലയാളം അല്ല, പല മലയാളം ഉണ്ടെന്ന്. അപ്പോൾ കൊല്ലത്ത് പോകുന്നവർ ആർക്കെങ്കിലും പൊറോട്ടയാണ് കഴിക്കാൻ വേണ്ടതെങ്കിൽ തീർച്ചയായിട്ടും 2 പത്തിരി വേണം എന്ന് പറയാൻ ശ്രദ്ധിക്കുക. അപ്പോൾ തണ്ണിമത്തങ്ങയാണോ എന്ന് നീതുകൃഷ്ണൻ ചോദിക്കുന്നു. ചപ്പാത്തിയാണെന്ന് ദീപിക അജിത്ത്. ദോശയാണെന്ന് അച്ചു വിപിൻ. ഏകദേശം എല്ലാ
പേരുകളും പറയാൻ ശ്രമിക്കുന്നതാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഈ പോയിന്റ് രേഷ്മജയ്ക്കാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? ഇത് ഞാൻ മലപ്പുറത്തേക്ക് വന്നു. ഓക്കെ, മലപ്പുറത്ത് പുർക്ക എന്ന് വെച്ചാൽ എന്താണ്? മലപ്പുറത്തുകാരൊക്കെ കുറച്ച് നേരം ഒന്നും മിണ്ടാതിരിക്കുക, ബാക്കിയുള്ള ജില്ലക്കാർ തെറ്റുത്തരങ്ങളൊക്കെ പറയട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് പറയാം. പുർക്ക എന്ന് വെച്ചാൽ എന്താണ്? പൊറോട്ടയ്ക്ക് എന്ത് പറയും? പൊറോട്ടയ്ക്ക് അവർ പൊറോട്ട എന്ന് പറയുന്നതിന് പകരമാണ് പത്തിരി എന്ന് പറയുന്നത്. പൊറോട്ടയ്ക്ക് പൊറോട്ട എന്ന് പറഞ്ഞാൽ മതി ശരിക്കും. എന്താണാവോ അങ്ങനെ പറയുന്നതെന്ന് അറിയില്ല, പക്ഷെ പത്തിരി എന്നാണ് പറയുന്നത്. യെസ്, കൊല്ലങ്കാരി മമ്മി പറഞ്ഞു കേട്ടിട്ടുണ്ടെന്ന് ലേഖ ജസ്റ്റിൻ. കണ്ടോ? ബാക്കി ആരെങ്കിലും? പർദ എന്ന് സഹ്ല യാസർ. അല്ല, ഉത്തരം തെറ്റാണ്. പുർക്ക. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു സാധനമേ അല്ലത്. പുർക്ക എന്താണെന്നുള്ളതാണ്. മലപ്പുറംകാർക്ക് അറിയാമായിരിക്കും. ഇത് കുറച്ചുകൂടിയൊക്കെ ഒരു എന്താ പറയുക, പഴമക്കാർ പറയുന്ന വാക്കുകളായിരിക്കും കേട്ടോ. അപ്പോൾ പുതു ജനറേഷൻ ചിലപ്പോൾ അറിഞ്ഞിരിക്കണം എന്നില്ല, എങ്കിലും നിങ്ങളുടെ അമ്മൂമ്മമാർ ഒക്കെ അടുത്തുണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ ചിലപ്പോൾ പറഞ്ഞു തരുമായിരിക്കും. മലപ്പുറത്തുകാർക്ക് എന്തായാലും അറിയുമായിരിക്കും ഈ വാക്ക്. പുർക്ക എന്ന് പറഞ്ഞാൽ എന്താണ്? ആരെങ്കിലും ഉത്തരം പറഞ്ഞിട്ടുണ്ടോ നോക്കട്ടെ. കൂർക്ക എന്ന് ഷൈബി ഷാജു, കൂർക്ക എന്ന് ബിന്ദു രാജേഷ് പറവൂർ. എന്താ കൂർക്ക? സഹ്ല യാസർ. പർദ എന്ന് പ്രാണികൾ എന്ന് ഫർസാന നൗഫൽ. റംസീന നാസർ ഫുഡാണോ? അല്ല, ഫുഡല്ല. സിൽവി മൈക്കിൾ ബുർക്ക അല്ല. പനിക്കൂർക്കയാണോന്ന് അല്ല. എനിക്കത് മാത്രമേ അറിയൂന്ന്. ജീസ് കൈതാരം പറയുന്നു പർദ അല്ല. ആർക്കെങ്കിലും അറിയോ പുർക്ക എന്ന് വെച്ചാൽ എന്താണെന്ന്? ഒരു ക്ലൂ തരാൻ വേണ്ടി പറയുന്നുണ്ട് അച്ചു വിബിൻ. നല്ലൊരു പാട്ടുകാരനാണ്, എപ്പോഴും നന്നായി പാട്ടൊക്കെ പാടുന്ന ഒരാളാണ്. ആരാണെന്നുള്ളതാണ് ചോദ്യം. മലപ്പുറത്ത് പുർക്ക എന്ന് പറയുന്നത് എന്തിനെയാണെന്നുള്ളതാണ് ചോദ്യം. ഞാൻ മലപ്പുറം ജില്ലയാണ്, പക്ഷെ തൃശ്ശൂർ ബോർഡറാണ്. സോ മലപ്പുറം കറക്റ്റ് സ്ലാങ് അറിയില്ല എന്ന് റംസീന നാസർ. ഇത് മലപ്പുറത്ത് തന്നെ പല പ്രദേശങ്ങളിലും മാറ്റം ഉണ്ടാകാം. അപ്പോൾ ഞാനിത് പലയിടത്തുനിന്നും വായിച്ചെടുത്തിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഞങ്ങൾ കോട്ടയംകാർ കൂർക്ക കിട്ടിയ ബീഫിൻ്റെ കൂടിയിട്ട് നന്നായിട്ട് ഒലത്തി കഴിക്കുക, അത്രേ എനിക്കറിയത്തുള്ളൂ. ഈ കൂർക്കയല്ല ഉത്തരം. ആരോ ഒരാൾ നേരത്തെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്, നോക്കട്ടെ. അജിത് രാജാണെന്ന് തോന്നുന്നു. ഉത്തരം കൊതുക്. കൊതുകിനെയാണ് മലപ്പുറം ഭാഗത്ത് പുർക്ക എന്ന് പറയുന്നത്. ഫർസാന നൗഫലും പറഞ്ഞിട്ടുണ്ട് കൊതുക് എന്ന്. ആദ്യം പറഞ്ഞത് അജിത് രാജാണെന്നാണ് എൻ്റെ ഇവിടെ കാണിക്കുന്നത്. ഒന്ന് നോക്കി പറയണേ അജിത്താണോന്ന്. ചീവീട് എന്ന് സിന്ധു ശശീന്ദ്രൻ. കുയിലെന്ന് ഷൈബി ഷാജു. ബ്രീസ നിഷാദ് പറയുന്നു കൊതുകെന്ന്. ഫർസാന നൗഫൽ പറയുന്നു കൊതുകെന്ന്. സിൽവി മൈക്കിൾ പറയുന്നു ഭാഗവതർ. പാടെന്ന് പറഞ്ഞതുകൊണ്ടാണെന്ന് തോന്നുന്നു. ബിന്ദു രാജേഷ് പറവൂർ. ഇത് ഓൾഡ് ജനറേഷനുള്ളതാണ്, നമുക്ക് പോകാമെന്ന് സുരേന്ദ്ര മഹേഷ്. ശരിയാ, ചെറുപ്പക്കാരികളൊന്നും ഇവിടെ നിൽക്കണ്ട. അച്ചുബിൻ പറയുന്നു കുയിൽ. ദൈവമേ, അജിത് രാജിന് തെറ്റു പോണേന്ന് അച്ചുബിൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അജിത്താണ് ആദ്യം കൊതുകിനെ പിടിച്ചതെന്ന് ജയശ്രീ പറയുന്നുണ്ട്. അപ്പോൾ അജിത്തിനാണ് ആ ഒരു പോയിന്റ് കിട്ടിയിരിക്കുന്നത്. അപ്പം നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? അടുത്ത ചോദ്യത്തിന് നമ്മൾ നേരെ പോകുന്നത് പെരുമ്പാവൂർക്കാണ്. പെരുമ്പാവൂർ തൊണ്ട് എന്ന് വെച്ചാൽ എന്താണ്? തൊണ്ട് എന്ന് വെച്ചാൽ സാധാരണ എനിക്കറിയുന്ന അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങയുടെയൊക്കെ തൊണ്ട്, അല്ലെങ്കിൽ എന്തിൻ്റെങ്കിലും നമ്മൾ പൊളിച്ചെടുക്കുമ്പോഴുള്ള ആ തോലിനെയാണ് തൊണ്ടെന്ന് പറയുന്നതായിട്ട് എനിക്കറിയുന്നത്. പക്ഷേ പെരുമ്പാവൂർക്കാർക്ക് അത് വേറൊരു സാധനമാണ്. എന്താണ് തൊണ്ട്? കൊതുകിനെ അപമാനിച്ചതിന് കൊതുക് കേസ് കൊടുക്കുന്നു ബിന്ദു രാജേഷ് പറവൂർ. വാദിക്കാൻ നമുക്ക് വക്കീലന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഏൽപ്പിക്കാം. സിൽവി മൈക്കിൾ ഞങ്ങൾക്ക് കൊതുക് എന്താണെന്ന് അറിയില്ലെന്ന്. റംസീന നാസർ പറയുന്നു ചകിരി. മുഖം മൂടിയുള്ള പർദ്ദയല്ലേ എന്ന്. തൊണ്ടോ? അല്ല. വേഗം കണ്ടുപിടിച്ചോളൂ. തൊണ്ടെന്ന് വെച്ചാൽ എന്താണെന്നുള്ളതാണ് ചോദ്യം. വളരെ രസകരമായിട്ടുള്ള ഒരു ഭാഷയാണ് മലയാളം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം 14 ജില്ലകളിൽ തന്നെ എനിക്ക് തോന്നുന്നു 14 തരത്തിലല്ല, അതിൽ കൂടുതൽ തരത്തിലുള്ള മലയാളം ഉണ്ടാവും. ആരെങ്കിലും ഉത്തരം പറഞ്ഞിട്ടുണ്ടോ നോക്കട്ടെ. ഇടവഴിയെന്ന് ജയശ്രീ ജോൺ പറയുന്നു. ഷൈബി ഷാജു പറയുന്നു ഇടവഴി. ക്യാഷ് ഇട്ട് വെക്കുന്ന എന്താ കുടുക്കയോ? അല്ല.
സഹല യാസർ പറയുന്നത്. ബിനുജി വർഗീസ് നമ്മളോട് സ്നേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അച്ചു വിപിൻ ഇടവഴി. ക്ലൂ വേണോന്ന് ലേഖ ജസ്റ്റിൻ. ഉത്തരം വന്നിട്ടുണ്ട്. ജയശ്രീ ജോണാണ് ഉത്തരം ആദ്യം പറഞ്ഞത്. ഇടവഴി അല്ലെങ്കിൽ നടവഴി, അതിനെയാണ് തൊണ്ട് എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ഈ വാക്കുകളുടെ അർത്ഥം അറിയാതെ ആ ജില്ലകളിൽ പോയി ഉത്തരം പറഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കുമെന്ന്. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. അടുത്ത ചോദ്യം വീണ്ടും നമ്മൾ മലപ്പുറത്തേക്ക് പോവാണ്. മലപ്പുറത്ത് ചൊറുക്ക് എന്ന് വെച്ചാൽ എന്താണ്? ചൊറുക്ക്, ചൊറുക്ക എന്ന് വെച്ചാൽ വിനാഗിരിയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ചൊറുക്ക് അതെന്തോന്ന സാധനം? മലപ്പുറത്തുള്ളവർ പറയട്ടെ. പത്തനംതിട്ട വല്ലതും ഉണ്ട് പറയാന്ന് ലേഖ ജസ്റ്റിൻ. അത് ഞാൻ എടുത്തു വെച്ചൊരു പത്തനംതിട്ട ഉണ്ടോയെന്ന് അറിയില്ല. കുറച്ചെണ്ണേ ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ളൂ. നമുക്ക് അടുത്തൊരു സെഗ്മെന്റിൽ പത്തനംതിട്ടയെ ആദരിക്കുന്നതായിരിക്കും. ഓഫീസിലാണ്, വോയിസ് കേൾക്കാൻ സാധിക്കുന്നില്ല. നോക്കി കുഴപ്പമില്ല, പിന്നീട് വന്ന് കണ്ടാൽ മതി. വല്ലാത്ത ഭാഷയെന്ന് ബ്രീസ നിഷാദ് പറയുന്നു. ഫർസാന നൗഫൽ പറയുന്നു ഭംഗി. റംസീന നാസർ പറയുന്നു ഭംഗി. റേഷ്മിജ ഹരി ഭംഗി. അജിത് രാജ് പറയുന്നു ദേഷ്യം. അത് വളരെ ഒരു കണ്ടുപിടുത്തായിപ്പോയി. അച്ചൂബിനും പറയുന്നു ദേഷ്യം. സഹല യാസർ പറയുന്നു സൗന്ദര്യം. മലപ്പുറത്തുകാരൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. ചുറുക്ക് എന്ന് വെച്ചാൽ സൗന്ദര്യം എന്നാണ് അർത്ഥം. അപ്പൊ ആദ്യം ഉത്തരം പറഞ്ഞത് എനിക്ക് തോന്നുന്നു ഫർസാനയാണോ റംസീനയാണോ നോക്കട്ടെ. ഫർസാനയാണ് ആദ്യം പറഞ്ഞത്. ഫർസാനയ്ക്ക് മാറ്റം ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഫർസാനയ്ക്ക് ഒരു പോയിന്റ്. ചൊറുക്ക് എന്ന് വെച്ചാൽ ചൊറുക്ക വെള്ളം ദുഃഖ വെള്ളിയാഴ്ച കൊടുക്കാറുണ്ടെന്ന് ബിനുജി വർഗീസ് പറയുന്നു. അതെനിക്ക് തോന്നുന്നു വിനാഗിരി ചേർത്തിയ വെള്ളമാണോ? ചുറുക്ക എന്ന് വെച്ചാൽ വിനാഗിരി എന്നുള്ളൊരു അർത്ഥം എനിക്കറിയാം. ഞാൻ ആദ്യമായിട്ട് വെക്കുന്നു. ചുറുക്ക് എന്ന് വെച്ചാൽ സൗന്ദര്യമാണ് എന്നുള്ളത്. പറവൂരെ എന്തെങ്കിലും ചോദിച്ചില്ലെങ്കിൽ ഞാൻ സമരം ചെയ്യുമെന്ന് ബിന്ദു രാജേഷ് എനിക്കൊന്ന് മെസ്സഞ്ചറിൽ മറ്റേ രഹസ്യമായിട്ട് 2-3 വാക്ക് അയച്ചതാണ്. ഞാൻ ചോദിക്കാം. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. അടുത്ത ചോദ്യം ഏത് ജില്ലയിൽ നിന്ന് വേണം? കോഴിക്കോട് പോയാലോ? കോഴിക്കോട് പോയാൽ കോഴിക്കോട് എന്നുള്ള വാക്കിതാണ് അംസാങ്ക. കോഴിക്കോടുള്ള വാക്കാണ് അംസാങ്ക. അംസാങ്ക എന്ന് വെച്ചാൽ ആരാണ്? നോക്കട്ടെ കോഴിക്കോട്ടുകാരെന്തെങ്കിലുമൊക്കെ പറയുമെന്ന്. ഈശ്വര എനിക്കപ്പോൾ മലയാളം അറിഞ്ഞൂടെയെന്ന് അച്ചു വിപിൻ. എനിക്കറിയുന്ന ഒരു പെരുമ്പാവൂർ വക്കീൽ തൊണ്ട് പറഞ്ഞില്ലേലിടയ്ക്ക് തൊണ്ടി എന്ന് പറയാറുണ്ട്. ജയറാം വക്കീലാണെന്ന് തോന്നുന്നു. കാരണം എൻ്റെ കമൻറ്റ് വന്നിട്ട് ഫർസാനയുടെ കമൻറ്റ് വന്നതേ. നോക്കണേ ഫർസാന തന്നെയാണോ എന്ന് ഒന്ന് കൺഫേം ചെയ്യണം ജയശ്രീ. ഇതൊക്കെ എവിടെ നിന്ന് തപ്പി കണ്ടുപിടിച്ചു എന്ന്. എന്താ പറയാ, രാമനാഥന് പലതും വശമുണ്ടെന്ന് ജയശ്രീ മറന്നു വരുത്. ഭർത്താവിൻ്റെ അച്ഛൻ എന്ന് സഹല യാസർ പറയുന്നു. ഹംസാക്ക എന്ന് ഫർസാന നൗഫൽ പറയുന്നു. അംസാങ്ക എന്ന് വെച്ചാൽ എന്താണെന്നുള്ളതാണ് ചോദിക്കുന്നത്. ഹംസയുടെ അനിയൻ എന്ന് അച്ചുവിൻ പറയുന്നുണ്ട്. ഹംസക്കോയ എന്ന് സിൽവി മൈക്കിൾ. ഹസ്ബൻഡിന്റെ ഫാദർ എന്ന് ബ്രീസ നിഷാദ്. ഫർസാനയാണ്, ഫർസാനയ്ക്കാണ് ഞാൻ പോയിന്റ് കൊടുത്തിരിക്കുന്നത്. അമ്മാവൻ എന്ന് ജീസ് കൈതാരം. മൂസാക്കയുടെ ബ്രദർ എന്ന് ആരാണ്? രേഖ ജസ്റ്റിൻ. ഹംസക്ക എന്ന് കേട്ടിട്ടുണ്ടെന്ന് ആശാ റോസ് ഷൈജു പറയുന്നു. അമ്മനച്ചൻ എന്ന്. അമ്മായി അച്ഛൻ എന്ന് രേഷ്മിജ ഹരി. അമ്മായി അച്ഛൻ എന്ന് ജീസ് കൈതാരം. അംസാങ്കയുടെ അർത്ഥം ഞാൻ എഴുതി വച്ചിരിക്കുന്നത് ഭാര്യയുടെ അച്ഛൻ എന്നാണ്. അതായത് അമ്മായി അച്ഛൻ, അതായത് ആണിന് അമ്മായി അച്ഛൻ, അയാളെയാണ് ഹംസാങ്ക എന്ന് വിളിക്കുന്നത്. ഇതൊക്കെ ഏത് നാട്ടിലെ ഭാഷ എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. അപ്പൊ കോഴിക്കോട് പോകുമ്പോൾ ഈ ഒരു വാക്ക് പ്രയോഗിച്ച് കുറച്ച് നമുക്ക് ഷോ കാണിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഹംസാങ്ക എന്ന് വെച്ചാൽ ഭാര്യയുടെ അച്ഛൻ എന്നാണ്. ആദ്യം ഉത്തരം പറഞ്ഞത് എനിക്ക് തോന്നുന്നു ഫർസാനയാണോ റംസീനയാണോ? ആരാണ് ഭാര്യയുടെ അച്ഛൻ എന്ന് പറഞ്ഞത്? നോക്കട്ടെ. അതോ ആശാ റോസ് ഷൈജു ആണെന്ന് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് അമ്മായി അച്ഛൻ എന്ന് പറഞ്ഞത്. ഈശ്വര, ഈ കമൻറ്റുകൾ ഇങ്ങനെ ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരാണ് പറഞ്ഞത് എന്നൊന്ന് കൺഫേം ചെയ്യാമോ ജയശ്രീ? എനിക്ക് തോന്നുന്നു ആശാ റോസ് ആണെന്ന് പറഞ്ഞത്, അമ്മനച്ഛൻ എന്ന്. ഭർത്താവിൻ്റെ അച്ഛനും ശരിയാണെന്ന്. അപ്പം കോമൺലി അമ്മായി അച്ഛൻ എന്നുള്ളതായിരിക്കും. അപ്പം അമ്മായി അച്ഛൻ ഹസ്ബൻഡിൻ്റെ അച്ഛൻ അല്ലെങ്കിൽ ഭാര്യയുടെ അച്ഛൻ, ഇതിൽ ഏതെങ്കിലും ഒരു ഉത്തരം ആദ്യം പറഞ്ഞത് ആരാണെന്ന് പറയണേ. ആശാ റോസ് ഷൈജു ആണെന്ന് ജയശ്രീ പറയുന്നു. ഞാനും അങ്ങനെ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മ. പക്ഷേ ഈ കമൻറ്റുകൾ ഓടിപ്പോകുന്നുണ്ട്, അതുകൊണ്ടാണ്.
അപ്പോൾ ആശാ റോസിന് 1 പോയിന്റ്. അപ്പോൾ നമുക്ക് അടുത്ത വാക്കിലേക്ക് പോയാലോ? ഇനി നമുക്ക് പോകേണ്ടത് വീണ്ടും കണ്ണൂർക്കാണ്. കണ്ണൂരിൽ ബണ്ണാമ്പല് എന്ന് പറഞ്ഞാൽ എന്താണ്? ബണ്ണാമ്പല് എന്തത്? ബണ്ണെന്ന് കേട്ടിട്ടുണ്ട്, ചായയിലൊക്കെ മുക്കി കഴിക്കാൻ നല്ലതുമാണ്. ബണ്ണാമ്പല് അതെന്തോന്ന സാധനം? നോക്കട്ടെ, ആരാ ഉത്തരം പറയാവുന്നത്? ഭർത്താവിൻ്റെ അച്ഛൻ ശരിയാണെന്നുണ്ടെങ്കിൽ സഹല ആദ്യം പറഞ്ഞിരുന്നു എന്ന് പറയുന്നു. പക്ഷെ ഞാനിവിടെ എഴുതി വെച്ചിരിക്കുന്ന അമ്മായി അച്ഛൻ എന്നാണ് കേട്ടോ, ഭാര്യയുടെ അച്ഛൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പം ഞാൻ കണ്ടുപിടിച്ച് വെച്ചത് അതായതുകൊണ്ട് ഞാൻ ആശാ റോസിന് കൊടുക്കുന്നു. രണ്ടിലും പറയുമായിരിക്കും. ബണ്ണാമ്പല്, ബണ്ണുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ നോക്കട്ടെ കണ്ടുപിടിക്കുമെന്ന്. എനിക്കും ഉത്തരം അറിയാഞ്ഞിട്ട് ബ്രീസയാണ്, ആശാ റോസാണ്, പലരുടെ പേരുകൾ വരുന്നുണ്ട്. സഹല ഭർത്താവിൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സഹലയ്ക്കും കൂടി ഒരു പോയിന്റ് കൊടുക്കുകയാണ് ഞാൻ. സഹല ഭർത്താവിൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞു, അതുകൊണ്ട് ആശാ റോസിനൊരു പോയിന്റ്. അമ്മായി അച്ഛൻ എന്ന് പറഞ്ഞു, സഹല ഭർത്താവിൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ആർക്കെങ്കിലും ഭാര്യയുടെ അച്ഛനും ആദ്യം ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കൂടി ഒരു പോയിന്റ് കൊടുക്കാം. ഇത് ബണ്ണാമ്പൽ, ബണ്ണുമായിട്ട് ഒരു ബന്ധമില്ലെന്നാണ് തോന്നുന്നത്. ബണ്ണാമ്പൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാറാമ്പൽ എന്ന് ജീസ് കൈതാരം പറയുന്നു. അതെന്താ ആമ്പൽ എന്ന് ബ്രീസ നിഷാദ് ചോദിക്കുന്നുണ്ട്. ചിലന്തി വല എന്ന് ശ്രീജ അജിത്ത്, മാറാല എന്ന് ആശാ റോസ് ഷൈജു. പടച്ചോനെ, അപ്പോൾ ഞാൻ കേരളത്തിലല്ലേ, ഇതൊന്നും ഞാൻ കേട്ടിട്ടില്ല എന്ന് റംസീന നസർ. ഞാനും പലത് ആദ്യമായിട്ട് കേട്ടതാണ്. ഈ ചോദ്യം എഴുതിയെടുത്തപ്പോഴാണ് ഞാനിതൊക്കെ കണ്ടുപിടിച്ചത്. മാറാമ്പല മാറാല ആണ് കേട്ടോ, ചിലന്തി വലയല്ലേ മണ്ണമ്പലെന്ന് നീതു കൃഷ്ണൻ. വേഴാമ്പലെന്ന് വിനുജി വർഗീസ് പറയുന്നു, വേഴാമ്പലെന്ന്. ഇതിലേതാണ് ഉത്തരം? മണ്ണാമ്പല് എന്ന് വെച്ചാൽ അതിൻ്റെ സാമാന്യ അർത്ഥം ചിലന്തി വല എന്നുള്ളതാണ്. അത് ആദ്യം പറഞ്ഞത് ആരാണ്? ഈ കമൻറ്റുകൾ ഇങ്ങനെ ചാടിപ്പോയി ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും? ആരാണ് ചിലന്തി വല അല്ലെങ്കിൽ മാറാല എന്നുള്ള ഉത്തരം ആദ്യം പറഞ്ഞതെന്ന് നോക്കി പറയണേ. ഗിരിജ ചാത്തുണി, ഞാൻ കേട്ടിട്ടില്ല. ബിന്ദു രാജേഷ് പറവൂർ പറയുന്നു, ഞാൻ ഗൾഫിലേക്ക് പോകുന്ന ശേഷം ജനിച്ച മലയാളമായതെന്ന്. അതെനിക്ക് സംശയമുണ്ട് ബിന്ദു ചേച്ചി. ഞാനും ഇത് വായിച്ചിട്ട് അത്ഭുതപ്പെട്ടു, പല വാക്കുകളും കണ്ടു. അപ്പോൾ ബണ്ണാമ്പല ആദ്യം ആരാണ് പറഞ്ഞത്? അച്ചു വിപിനാണോ? മാറാല എന്നോ ചിലന്തി വല എന്നോ ഉത്തരം പറഞ്ഞത് ആരാണ് ആദ്യം എന്നുള്ളത്? അച്ചു ആണെന്ന് ഫർസാനയും പറയുന്നു. അപ്പോൾ അച്ചുവിനൊരു പോയിന്റ്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? കുട്ടനാട് ആലപ്പുഴ ഭാഗത്ത് കഴുക്കോൽ എന്ന് വെച്ചാൽ എന്താണ്? എനിക്കറിയുന്ന കഴുക്കോല് ഓട് മേയുമ്പോൾ ഇടുന്ന മരത്തിൻ്റെ സ്ട്രക്ചറിനെയാണ് കഴുക്കോൽ എന്ന് പറയുന്നത്. പക്ഷെ കുട്ടനാട് ഭാഗത്ത് കഴുക്കോൽ എന്ന് വെച്ചാൽ വേറൊരർത്ഥമുണ്ട്. അതെന്താണ്? കണ്ടുപിടിക്കൂ പെട്ടെന്നാട്ടെ. ഞാനാണെന്ന് ജീസ് കൈതാരം പറയുന്നുണ്ട്. ഉത്തരം അപ്പം അതല്ലേ? കഴുക്കോലിന് വേറൊരർത്ഥമുണ്ട് കുട്ടനാട് ഭാഗത്ത്. അതെന്താണെന്നാണ് ചോദിക്കുന്നത്. വൈക്കോൽ എന്ന് സഹല യാസർ അല്ല. അപ്പോൾ അതല്ലേ എന്ന് ജയശ്രീ ജോൺ ചോദിക്കുന്നുണ്ട്. അതാണ്, പല വാക്കുകൾക്ക് പല അർത്ഥമാണ്, പല മാറ്റൽ. അപ്പം അതുകൊണ്ട് പലതും ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് ശരിയാണ്. എനിക്കും അതേ അറിയൂ, ഓടുമേയുന്നത്. പക്ഷെ അതല്ലാത്തൊരു കഴുക്കോലുണ്ട് എന്നാണ് പറയുന്നത്. ഒരാൾ ഉത്തരം പറഞ്ഞിട്ടുണ്ട്, ഞാൻ കണ്ടായിരുന്നു ഒരാൾ ഉത്തരം പറഞ്ഞാൽ നോക്കട്ടെ. വഞ്ചി തുഴയുന്നത് എന്ന് ബിന്ദു രാജേഷ് പറവൂർ പറയുന്നു. തുഴ എന്ന് ഷീജ ഇബ്രാഹിം പറയുന്നു. ചാകുന്ന കഴുമരം എന്ന് അച്ചു വിപിൻ അല്ല. ശ്രീജ അജിത്ത് പറയുന്നു തുഴ എന്നുള്ളതാണ് അർത്ഥം. വഞ്ചി തുഴയാൻ ഉപയോഗിക്കുന്ന അതിനെയാണ് കഴുക്കോൽ എന്ന് പറയുന്നത്. അതിൻ്റെ ആദ്യ ഉത്തരം പറഞ്ഞത് ബിന്ദു രാജേഷ് ആണെന്നാണ് എനിക്ക് കാണുന്നത്. മാറ്റമുണ്ടോ എന്നുള്ളത് പറയണേ. ഇപ്പോൾ അജിത് രാജ് 2 പോയിന്റുമായി മുന്നിട്ട് നിൽക്കുന്നു. സിൽവി, രേഷ്ണുജ, ജയശ്രീ, ഫർസാന, ആശാ റോസ്, സഹ്ല, അച്ചു വിപിൻ, ബിന്ദു രാജേഷ് തുടങ്ങിയവർ ഓരോരോ പോയിന്റ് വീതം. തൊട്ടു പിന്നിൽ മത്സരം കടുക്കുന്നു എന്നാണ് തോന്നുന്നത്. പങ്കായം, കഴായി എന്നൊക്കെ പറയുന്നുണ്ട്. ബിന്ദു രാജേഷാണ് ഉത്തരം ആദ്യം പറഞ്ഞത് എന്നാണ് എൻ്റെ കമൻറ്റ് ബോക്സിൽ കാണിക്കുന്നത്. അപ്പം ഞാൻ ബിന്ദുവിന് ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത ചോദ്യം നമുക്ക് എങ്ങോട്ട് പോവാം? അടുത്ത ചോദ്യം നമുക്ക് കൊല്ലത്തേക്ക് പോയാലോ? കൊല്ലത്ത് നല്ല വാതിൽ എന്ന് വെച്ചാൽ എന്താണ്? നല്ല വാതിൽ എന്ന് വെച്ചാൽ എനിക്കറിയുന്നത് നല്ല വാതിൽ, നല്ല ഭംഗിയുള്ള വാതിൽ, അല്ലെങ്കിൽ നല്ലൊരു വാതിൽ എന്നുള്ളതല്ലേ നല്ല വാതിൽ. അതിന് വേറെ അർത്ഥമുണ്ടോ? എന്താണത് എന്നുള്ളതാണ് ചോദ്യം.
പലരും പല പേരുകൾ പറയുന്നുണ്ട്. പക്ഷെ എനിക്കിവിടെ കാണിക്കുന്നതിൽ ആദ്യം ഒരാളോ രണ്ടുപേരോ കൺഫേം ചെയ്യുന്ന ആൾക്കാർക്ക് ഞാൻ മാർക്ക് കൊടുക്കുന്നത്. ഇപ്പം ബിന്ദു രാജേഷിനാണ് തുഴ അല്ലെങ്കിൽ വഞ്ചി തുഴയുന്നത് എന്നുള്ള അർത്ഥത്തിൽ കൈക്കോൽ ഉപയോഗിക്കുന്നത് കുട്ടനാട്. ഇപ്പോഴത്തെ ചോദ്യം ഇതാണ്, കൊല്ലത്ത് നല്ല വാതിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്കറിയുന്ന നല്ല വാതിൽ, നിങ്ങൾക്കും അറിയുന്ന നല്ല വാതിൽ എന്ന് വെച്ചാൽ നല്ല വാതിലാണെന്നുള്ളതല്ലേ. എന്താണ് ഇതിന് നല്ല വാതിൽ എന്ന് പേരിട്ടത് എന്ന് എനിക്കറിയില്ല. എങ്കിലും നല്ല വാതിൽ എന്ന് വെച്ചാൽ എന്താണ്? ദീപിക അജിത്ത് പറയുന്നു മറുപടി അടുക്കള കാണൽ, ഭാര്യ വീടെന്ന് ബിനുജി വർഗീസ്. അതെന്താ കോട്ടയംകാർ മലയാളം പറയൂലേ എന്ന്. നിങ്ങൾക്ക് അച്ചടി ഭാഷയല്ലേ, നിങ്ങൾക്ക് അങ്ങനെ കൃത്യമായിട്ടുള്ള എന്താ പറയുക, നല്ല മലയാളം പറയുന്ന ആൾക്കാരാണെന്നല്ലേ പറയുന്നത്, അതുകൊണ്ടായിരിക്കും. എന്തായാലും അടുത്ത സെഗ്മെന്റിൽ ഞാൻ മറ്റു ജില്ലക്കാരെ കൂടി പിടിക്കുന്നതായിരിക്കും. ആരും വിഷമിക്കണ്ട, നമുക്ക് 1 മണിക്കൂർ സമയമല്ലേ ഉള്ളൂ. ശരിക്കും വള്ളം മൂന്നുന്ന മുളങ്കോലിനാണ് കഴുക്കോൽ എന്ന് പറയുന്നത്. അതുതന്നെയാണ് പറഞ്ഞത്, വഞ്ചി തുഴയാനായിട്ട് അവിടെ ഉപയോഗിക്കുന്ന ആ നീളത്തിലുള്ള താങ്ങി പോകുന്ന സാധനത്തിനെയാണ് പറയുന്നത്. നല്ല കൊത്തുപണിയുള്ള വാതിലെന്ന് റംസീന നാസർ, ബെഡ്റൂമിന്റെ വാതിലെന്ന് സിൽവി മൈക്കിൾ, കൊല്ലത്തെ പിള്ളേരെവിടെ എന്ന് ദീപ പെരുമാൾ ചോദിക്കുന്നുണ്ട്. ബിനുജി വർഗീസ് പറയുന്നു വിവാഹം കഴിഞ്ഞു പോകാം. വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാക്ക് തന്നെയാണ്. ശരിക്ക് എന്തോ പറഞ്ഞല്ലോ, നോക്കട്ടെ. ശരിക്ക് വള്ളം മുന്നുന്ന മുളങ്കാലിനാണ് വഴുക്കോൽ എന്ന് പറയുന്നത്. ശരിയാണ്. വെഡ്ഡിങ് റിസപ്ഷൻ എന്ന് ആശാ റോസ് ഷേജ് പറയുന്നു. ഞാൻ പോകുന്നു, ഫുഡ് കഴിക്കട്ടെ, ഇവിടെ 3 മണിയായി. ബൈ ഫ്രണ്ട്സ്. ഓക്കെ അച്ചു ഇന്ന് മത്സരത്തിൽ അത്ര പോയിന്റുകൾ നേടാത്തതിന്റെ വിഷമത്തിലാണെന്ന് തോന്നുന്നു. ഭക്ഷണം കഴിച്ച് തീർക്കാം എന്ന് പറഞ്ഞിട്ട് പോകുന്നു. ടീ പാർട്ടി എന്ന് ആശാ റോസ് ഷേജ് പറയുന്നു. ഉത്തരം വേറെ എന്തെങ്കിലും ഉണ്ടോ? ആദ്യ രാത്രി എന്ന് ലേഖ ജസ്റ്റ്. അതെന്തായാലും ഒരു വലിയ കണ്ടുപിടുത്തമായി പോയി. നല്ല വാതിൽ, അല്ലാണ്ട് ഉത്തരവൊന്നും അറിയാഞ്ഞിട്ടല്ല എന്ന് ജയശ്രീ ചോദിക്കുന്നത്. അച്ചു വിപിൻ സാധാരണ വോക്കൗട്ട് നടത്തുമ്പോഴും പിന്നിൽ നിന്ന് വീണ്ടും ഉത്തരങ്ങൾ പറഞ്ഞ് സമ്മാനം കൊണ്ടുപോകുന്ന ആളായിരുന്നു. പക്ഷെ ഇന്നെന്തോ വിശപ്പ് കൂടിയെന്ന് തോന്നുന്നു. ബാത്റൂമിനാണ് ബാത്റൂമിനാണ് നല്ല വാതിൽ വേണ്ടതെന്ന് ജീസ് കൈതാരം പറയുന്നു. ആൻസർ വന്നു എന്ന് ഫർസാന നോഫൽ. ആൻസർ ആദ്യം തന്നെ വന്നിരുന്നു. നോക്കട്ടെ ആരെങ്കിലും ഇനി ഉത്തരം പറയുന്നുണ്ടോന്ന്. എന്ത് വാതിൽ എന്ന് ഗിരിച്ച ചാത്തുണ്ണി ചോദിക്കുന്നുണ്ട്. നല്ല വാതിലിൽ പോവുക എന്ന് വെച്ചാൽ എന്താണ്? നല്ല മാർഗം എന്ന് ജീസ് കൈതാനം പറയുന്നു. സത്യമാണോ എന്ന് ജയശ്രീ ജോൺ ചോദിക്കുന്നു. ആദ്യ രാത്രിക്കാണ് മറുപടി പറഞ്ഞെങ്കിൽ അല്ല, അതല്ല ഉത്തരം. അടുക്കള കാണാൻ വരവെന്ന് ബ്രീസ നിഷാദ് പറയുന്നു. ശരി ഉത്തരം അതാണ്. അതായത് കല്യാണത്തിന് ശേഷം പയ്യന്റെ വീട്ടിലേക്ക് പെണ്ണിന്റെ വീട്ടിൽ നിന്നുള്ള ആൾക്കാർ പോകുന്ന റിസപ്ഷൻ അല്ലെങ്കിൽ പണ്ടത്തെ ടീ പാർട്ടി, അതിനെയൊക്കെയാണ് നല്ല വാതിൽ പോവുക എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം ആരാ ഉത്തരം പറഞ്ഞത്? ആദ്യ രാത്രിക്ക് നല്ല വാതിൽ വേണമെന്ന ലേഖ പറഞ്ഞതെന്ന് ബിന്ദു രാജേഷ് പറവൂർ. ശരിയാ, നല്ല പൂട്ടി വെക്കാൻ പറ്റുന്ന വാതിൽ വേണമെന്നുള്ളത്. വിവാഹം കഴിഞ്ഞ് ആദ്യമായി വധൂവരന്മാർ വരന്റെ വീട്ടിൽ പോകുന്ന ചടങ്ങെന്ന് നിഷിബ എം നിഷി. വധൂവരന്മാരെന്നില്ല, വധുവിനെ നേരത്തെ തന്നെ വരന്റെ വീട്ടുകാർ കൊണ്ടുപോകുമല്ലോ. അതിനുശേഷം വൈകിട്ട് വധുവിന്റെ വീട്ടിൽ നിന്ന് കുറെ ആളുകൾ വരന്റെ വീട് കാണാൻ, അവിടുത്തെ അടുക്കള കാണാൻ വേണ്ടി പോകുന്നതിനെയാണ് നല്ല വാതിൽ എന്ന് പറയുന്നത്. എനിക്കിവിടെ ദീപികയാണ് ആദ്യം പറഞ്ഞത്. അപ്പൊ ദീപികയ്ക്ക് ഒരു പോയിന്റ്. ബിനു വർഗീസ് പറയുന്നു എനിക്ക് ദീപികയാണ് ആദ്യം കാണിച്ചത്. അപ്പോ ദീപികയ്ക്കാണ് ഞാൻ പോയിന്റ് കൊടുക്കുന്നത്. വേറെ ആരെങ്കിലും ഒരാൾ കൂടി കൺഫേം ചെയ്യാമോ? ദീപികയ്ക്ക് മുൻപ് ആരെങ്കിലും ഉത്തരം പറഞ്ഞിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് എത്ര നല്ല ആചാരങ്ങളെന്ന് സിൽവി മൈക്കിൾ പറയുന്നുണ്ട്. ഞാനും കൊല്ലത്ത് ചെന്നപ്പോൾ ആദ്യം അത്ഭുതപ്പെട്ടായിരുന്നു. നല്ല വാതിലിന് വരുന്നുണ്ട് ചോദിച്ചപ്പോൾ ഞാൻ ആലോചിച്ചു, അതെന്ത് നല്ല വാതിൽ? അങ്ങനെ നല്ല വാതിൽ കല്യാണം കഴിഞ്ഞാൽ നല്ല വാതിൽ വല്ലതും ഉണ്ടാക്കി കൊണ്ടുപോകണമായിരിക്കുമോ അവിടെ കൊണ്ടുവയ്ക്കാൻ? സാധാരണ കട്ടിലും ഫ്രിഡ്ജും വാഷിംഗ് മെഷീനൊക്കെ കൊണ്ടുപോകുന്നു കേട്ടിട്ടുണ്ട്. വാതിൽ കൊണ്ടുപോകുമോ എന്ന് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. പക്ഷെ പിന്നീടാണ് മനസ്സിലായത് നല്ല വാതിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വധുവിൻ്റെ വീട്ടിൽ നിന്ന് വരൻ്റെ വീട്ടിലേക്ക് വൈകിട്ട് പോകുന്ന റിസപ്ഷൻ പാർട്ടിയാണ് നല്ല വാതിൽ എന്ന് പറയുന്നത്. ഞാനാണ് ആദ്യം പറഞ്ഞതെന്ന് ആശാ റോസ് പറയുന്നുണ്ട്. ആണോ നോക്കണേ ജയശ്രീ. ദീപികയാണ് ആദ്യം പറഞ്ഞതായിട്ടാണ് എനിക്കിവിടെ കാണിക്കുന്നത്. ശ്രീജ എന്ന് ജീസ് കൈതാരം പറയുന്നുണ്ട്. ദീപികയാണെന്ന് ജയശ്രീ പറയുന്നു. അതുകൊണ്ട് ഞാൻ ദീപികയ്ക്ക് ഒരു പോയിന്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത ചോദ്യം മലപ്പുറത്തേക്കാണ് നമ്മൾ. ഇത് എളുപ്പമായിരിക്കും. മലപ്പുറത്ത് ചീരുള്ളി എന്ന് പറഞ്ഞാൽ എന്താണ്? ചീരുള്ളി, അതെന്തുള്ളി എന്നുള്ളതാണ് ചോദ്യം. ചീരയ്ക്കുണ്ടാകുന്ന ഉള്ളി വല്ലതാണോ? ചീരയും ഉള്ളിയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള വല്ല
ഹൈബ്രിഡ് ഐറ്റം ആയിരിക്കുമോ? ചീരുള്ളി എന്താണെന്നുള്ളതാണ് ചോദ്യം. ആരെങ്കിലും ഉത്തരം പറയുമോ നോക്കട്ടെ. ചെറിയ ഉള്ളി എന്ന് ഫർസാന നോഫൽ പറയുന്നു. ചെറിയ ഉള്ളി എന്ന് അജിത് രാജ് പറയുന്നു. വല്ല പലഹാരമായിരിക്കുന്നു ജയശ്രീ ജോൺ. ചീത്ത ഉള്ളി എന്ന് ബിന്ദു രാജേഷ് പറവൂർ. ചെറിയുള്ളി എന്ന് റംസാന നാസർ. കൊച്ചുള്ളി എന്ന് സഹല യാസർ. ചെറിയുള്ളി എന്ന് രേഷ്ണുജ ഹരി. രേഖ ജസ്റ്റിൻ കിട്ടാത്ത മുന്തിരി. ദീപിക ആദ്യം പറഞ്ഞെന്ന് ജീസ് കേദാരം പറഞ്ഞു. നേരത്തെ ചോദ്യത്തിനാണെന്ന് തോന്നുന്നു. അതെ, ദീപികയാണ് എനിക്ക് കാണിക്കുന്നത്. അപ്പം ചീരുള്ളി എന്ന് പറഞ്ഞാൽ നമ്മുടെ പാവം ചെറിയുള്ളിയാണ്. സ്മോൾ അണിയൻ അല്ലെങ്കിൽ ഷാലറ്റ്സ് എന്ന് പറയുന്നതിനെയാണ് ചീരുള്ളി എന്ന് പറയുന്നത്. അപ്പോൾ ചീരുള്ളി ആദ്യം പറഞ്ഞത് എനിക്ക് തോന്നുന്നു ഫർസാനയാണെന്ന്. ഫർസാനയ്ക്ക് ഞാൻ ഒരു പോയിന്റ് കൊടുക്കുന്നു. ചീത്ത ഉള്ളി എന്ന് പറഞ്ഞ ബിന്ദു രാജേഷിന് പോയിന്റ് ഇല്ല. ഓക്കെ. ആഹാ, തെറ്റുത്തരം പറഞ്ഞ് നടക്കുന്നോ? എന്നോട് അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ ട്രാൻസ്ലേറ്റർ ഉപയോഗിക്കുമെന്ന് സിഡ് മൈക്കിൾ. ഒന്ന് നോക്കിയേ, ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ പോയിട്ട് നല്ല വാതിലിന് വല്ലതും കൊടുത്ത് നോക്കി എന്താ ഉത്തരം പറയാൻ നോക്കാലോ. ഇംഗ്ലീഷിൽ ഗുഡ് ഡോർ എന്ന് വല്ലതായിരിക്കും പറയുക. മോദിജിയൊക്കെ അങ്ങനെയല്ലേ എന്ന് സെൽവി മൈക്കിൾ പറയുന്നു. ബിന്ദു രാജേഷിന് ആദ്യം കിട്ട പോയിന്റ് നിന്ന് ഒന്ന് കുറയ്ക്കേണ്ടതാണ്. ഞാനും അത് ആലോചിച്ചു. ചീത്ത ഉള്ളി എന്നേ എന്താ ഒരു കണ്ടുപിടുത്ത. ചീരുള്ളി എന്ന് വെച്ചാൽ ചെറിയ ഉള്ളി എന്നാണ് അർത്ഥം. അപ്പം നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. ആ അടുത്ത ചോദ്യം എങ്ങോട്ട് പോകണം? നമുക്ക് പെരുമ്പാവൂർ പോവാം. പെരുമ്പാവൂർ കരേറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ചുവന്നുള്ളി എന്ന് നിഷി പറയുന്നുണ്ട്. ശരി ഉത്തരമാണ്. ആദ്യ ഉത്തരം ഫർസാന നോഫൽ പറഞ്ഞിരുന്നു. ഫർസാനയ്ക്കാണ് ഒരു പോയിന്റ്. ഇന്നത്തെ നമ്മുടെ അടുത്ത ചോദ്യം പെരുമ്പാവൂർ എന്നുള്ളതാണ്. കരേറ്റ് എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? ക്യാരറ്റ് ആയിരിക്കും ഇനി? ക്യാരറ്റ് ആയിരിക്കുമോ? കരേറ്റ് അതെന്താ സംഭവം? നോക്കട്ടെ. ക്യാരറ്റ് എന്ന് സഹല യാസർ പറയുന്നുണ്ട്. എനിക്കും അതാണ് കേട്ടപ്പോൾ തോന്നി കേട്ടോ, കരേറ്റ് എന്ന് പറഞ്ഞപ്പോൾ. പൊക്കമുള്ള സ്ഥലമെന്ന് ജീസ് കൈതാരം. ഉയർത്താൽ എന്ന് സിൽവി മൈക്കിൾ. ആരെ ഉയർക്കാൻ പോകുന്നത്? ചീഞ്ഞ ഉള്ളി എന്നാ എഴുതിയത്, തെറ്റിപ്പോയെന്ന്. എന്താ നോക്കിയേ, ഒരു പോയിന്റ് ഞാൻ കുറയ്ക്കുന്നു നോക്കോ. കടൽ കയറ്റം എന്ന് ബ്രീസ നിഷാദ്. കരോട്ട് എന്നല്ലേ എന്ന് ജയശ്രീ ജോൺ. ചിലപ്പോൾ കോട്ടയത്ത് അങ്ങനെ ആയിരിക്കും, പക്ഷെ പെരുമ്പാവൂർ കരേറ്റ് എന്നാണ്. ക്ലൂ ഫർസാന നോഫൽ. ഉത്തരം വന്നിട്ടുണ്ട്. ജീസ് കൈതാരമാണ് ഉത്തരം പറഞ്ഞത്. പൊക്കമുള്ള സ്ഥലം എന്നാണ് അർത്ഥം. കരേറ്റ്. എന്തൊക്കെ വാക്കുകളാണ്. കരേറ്റ് എന്ന് വെച്ചാൽ പൊക്കമുള്ള ഉയരമുള്ള സ്ഥലം എന്നാണ് അർത്ഥം. ജീസ് കൈതാരത്തിന് പോയിന്റ് കൊടുക്കുന്നു. ഭാര്യയ്ക്ക് വാതിലെന്നും കവാടമെന്നും വിശേഷണമുണ്ട്. വാതിൽ ഉറപ്പിച്ചു നിർത്തുക, കവാടം മാറ്റി പണിയുക എന്ന് ഹഫ്സത്ത് പറയുന്നുണ്ട്. അവൾ കരയട്ട് എന്ന് സ്പീഡിൽ പറയുന്നതാ എന്ന് ബിന്ദു രാജേഷ് പറവൂർ. ആഹാ, എന്തൊക്കെ കണ്ടുപിടുത്തങ്ങളാ. അത് കോട്ടയത്ത് കരോട്ട്, അത് തന്നെയാ കരോട്ട് എന്ന്. രണ്ടും അടുത്ത് വരുന്ന വാക്കുകൾ തന്നെയാണല്ലോ. അപ്പോൾ ഏകദേശം ഒരേ അർത്ഥം തന്നെ ആയിരിക്കണം. അപ്പോൾ കരേറ്റ് എന്ന് പറഞ്ഞാൽ പൊക്കത്തിൽ എന്നാണ്. ജീസ് കൈതാരത്തിനാണ് ഈ പോയിന്റ്. അപ്പം നമുക്ക് അടുത്തത് കോഴിക്കോട് പോയാലോ. കോഴിക്കോട് പോയത്തക്കാരൻ എന്നാൽ എന്താണ്? പോയത്തക്കാരൻ ആരാണ്? ഇവിടുത്തെ പോയത്തക്കാരൻ എന്നുള്ളത് നോക്കട്ടെ. പോയത്തക്കാരൻ എന്ന് കോഴിക്കോട് പറയുന്നത് ആരെയാണ്? ഇവിടുത്തെ കോഴിക്കോട്ടുകാരൊക്കെ ഇവിടെ പോയി. കാരേറ്റ് എന്ന തിരുവനന്തപുരത്ത് ഒരു സ്ഥലമുണ്ട് എന്ന് ദീപ പെരുമാൾ പറയുന്നു. കര കയറ്റുക എന്ന് നിഷിബ എം നിഷി. ആശാറൂസ് ഷൈജു പറയുന്നു. ചരിത്രം. തമാശക്കാരൻ എന്ന് ബ്രീസ നിഷാദ്. വിഡ്ഢി എന്ന് ശ്രീജാജിത്ത് പറയുന്നുണ്ട്. മണ്ടൻ എന്ന് രേഷ്ണുജ ഹരി പറയുന്നുണ്ട്. ആരെയാണോ വിളിക്കുന്നത്? എന്നെയാണ്. ചീത്ത ആളെന്ന് സഹല യാസർ പറയുന്നു. കല്ലറ എന്നും പറയില്ലേ എന്ന് നഫ്സ് വാതിലിനാണെന്ന് തോന്നുന്നു. ബോഷത്തക്കാരൻ എന്ന് സിൽവി മൈക്കിൾ പറയുന്നു. അതെന്ത് വാക്ക്? മണ്ടത്തരം പറയുന്ന ആളെന്ന് ബിന്ദു രാജേഷ് പറവൂ. അതാരാണെന്നുള്ളതാണ് ചോദ്യം. അടുത്തത് അബദ്ധം പറയുന്നത് ഷീജ ഇബ്രാഹിം പറയുന്നു. പോയത്തക്കാരൻ ആരാണ്? ഈ പോയത്തക്കാരൻ എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം വന്നിട്ടുണ്ടോ നോക്കട്ടെ. എൻ്റെ ആൻസർ വായിച്ചില്ലെന്ന്. എവിടെ? റംസീനയുടെ ആൻസർ എന്തായിരുന്നു? ഈ ആൻസർ ഓടിപ്പോകുന്നുണ്ട്, അതാണ് പ്രശ്നം. നോക്കട്ടെ. നുണ പറയുന്നവൻ എന്ന് ഷൈബി ഷാജി പറയുന്നു. കുറച്ചുകൂടി കൃത്യമായിട്ടുള്ള ഒരു ഉത്തരമാണ് ഞാൻ തിരയുന്നത്. വിഡ്ഢി, തമാശക്കാരൻ, മണ്ടൻ, ചീത്ത ആൾ,
ഭോഷത്തക്കാരൻ, മണ്ടത്തരം പറയുന്ന ആൾ, അബദ്ധം പറയുന്നത്, നുണ പറയുന്നവൻ എന്നിവരൊക്കെ പറയുന്നുണ്ട്. ഫർസാന നൗഫലിന്റെ ആൻസർ ഇവിടെ കാണുന്നില്ല കേട്ടോ. ഫർസാന ഒന്നുകൂടി കമന്റ് ചെയ്യാമോ? പോയത്തക്കാരൻ എന്ന് കോഴിക്കോട് പറയുന്നത്, കോഴിക്കോട് പോയത്തക്കാരൻ എന്ന് പറയുന്നത് ആരെയാണെന്നുള്ളതാണ് ചോദ്യം. നോക്കട്ടെ ആരെങ്കിലും ഉത്തരം കൃത്യമായി പറയുമെന്ന്. വിടുവായൻ എന്ന് ജീസ് കൈതാരം. ഇതിലെല്ലാം അതിൻ്റെ ചെറിയ ചെറിയ അംശങ്ങളുണ്ട്, പക്ഷെ കുറച്ചുകൂടി കൃത്യമായിട്ടുള്ള അർത്ഥമാണ് എനിക്ക് വേണ്ടത്. അവനൊരു പോയത്തക്കാരനാണെന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം എന്നുള്ളതാണ്. കള്ളൻ എന്ന് മോണിക്കുട്ടൻ കോന്നി പറയുന്നുണ്ട്. വിടുവായൻ എന്ന് ജീസ് കൈതാരം. ഭോഷൻ എന്ന് സിൽവി മൈക്കിൾ എന്ന് പറയുന്നു. റോഷൻ എന്ന് കേട്ടിട്ടുണ്ട്. ആരാ ഈ ഭോഷൻ? ആൻസർ വന്നു എന്ന് ഫർസാന നൗഫൽ ചോദിക്കുന്നു. പൊട്ടൻ എന്ന് ജയശ്രീ ജോൺ എന്ന് പറയുന്നു. കോമാളി എന്ന് സുനന്ദ മഹേഷ്. പൊട്ടത്തരം പറയുന്നവൻ, ബോധമില്ലാത്തവൻ, തെമ്മാടി, പൊങ്ങച്ചം, പലതരത്തിലുള്ള ഉത്തരങ്ങൾ വരുന്നുണ്ട്. ഇപ്പം ഞാൻ എഴുതി വച്ചിരിക്കുന്ന ഉത്തരം ഇതാണ്, ഒന്നിനും കൊള്ളാത്തവൻ. അപ്പം അതിന് ചേരുന്ന ഉത്തരം ഇതിൽ ഏതാണ് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. എനിക്ക് തോന്നുന്നു പൊട്ടൻ എന്നുള്ളതായിരിക്കും എന്ന് തോന്നുന്നു കുറച്ചുകൂടി ശരിയായ ഉത്തരം. എന്താണ് തോന്നുന്നത്? ഈ മോളിൽ പറഞ്ഞിട്ടുള്ള ഉത്തരങ്ങളിൽ ഒന്നിനും കൊള്ളാത്തവൻ എന്നുള്ള അർത്ഥം കൃത്യമായി വരുന്നത് ഏത് വാക്കിനാണ് എന്നുള്ളത് ആരെങ്കിലുമൊക്കെ ഒന്ന് കമന്റ് ചെയ്യൂ. എന്നിട്ട് നമുക്ക് അയാൾക്ക് മാർക്ക് കൊടുക്കാം. സിൽവി മൈക്കിൾ പറയുന്നു എൻ്റേതെന്ന്. ഏത് ബോഷക്കാരനോ എന്തായിരുന്നു പറഞ്ഞത്? എനിക്ക് തോന്നുന്നത്, ഞാൻ പറയാമേ, എനിക്ക് രേഷ്ണുജ ഹരി പറഞ്ഞത് ഏകദേശം ശരിയാണ്. മണ്ടൻ അല്ലെങ്കിൽ ഒന്നിനും കൊള്ളാത്തവൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. രേഷ്ണുജയ്ക്ക് കൊടുക്കണോ അതോ ജയശ്രീ പൊട്ടൻ എന്ന് പറഞ്ഞതിന് കൊടുക്കണോ എന്നുള്ളതാണ് ചോദ്യം. ബുദ്ധിയില്ലാത്തവൻ എന്ന് പരിഗണിക്കുമോ? ബുദ്ധി എന്നുള്ളതിനേക്കാൾ പ്രത്യേകിച്ച് ഗുഡ് ഫോർ നത്തിങ് ഫെല്ലോ എന്നുള്ളതാണ് അർത്ഥം. പോയത്തക്കാരൻ എന്ന് വെച്ചാൽ അവനെ കൊണ്ട് ഒരു ഗുണവുമില്ല, ഒരു കാര്യവും ശരിക്കും നടക്കത്തില്ല, ഒന്നിനും കൊള്ളത്തില്ല അവനെ കൊണ്ട് എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. നിഷ റോസ് പറയുന്നുണ്ട് മരവാഴ. ശരിക്കും ആ വാക്കിനാണ് കൊടുക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ആൻസർ മേലെയുണ്ടെന്ന് ഫർസാന ഹൗസ. ബുദ്ധിയില്ലാത്തവൻ എന്ന് പരിഗണിക്കുമെന്ന്. ഇതെല്ലാം പവിത്ര ഉണ്ണിയെ വിളിച്ചതാണെന്ന് ജീസ് കൈതാരം ചോദിക്കും. എനിക്ക് സംശയമുണ്ട് ജീസ്, കാരണം ഇവർ സമയം നോക്കി എനിക്കിട്ട് വെച്ചതാണെന്ന് എനിക്ക് തോന്നുന്നത്. പൊങ്ങച്ചക്കാരൻ ജൂലാവി ഗോപാൽ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോ പോയിന്റുകൾ വെച്ച് തരുമോ ക്വിസ് മാസ്റ്റർ എന്ന്. മന്ദബുദ്ധി എന്ന് സദാനന്ദ് കുമാർ. ഇത് ബേസിക്കലി ഒന്നിനും കൊള്ളാത്തവൻ എന്നുള്ള അർത്ഥത്തിനാണ് പോയത്തക്കാരൻ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്കത് കുറച്ചുകൂടി കൃത്യമായി തോന്നിയത് ഈ രേഷ്ണുജ പറഞ്ഞ ഉത്തരമാണ്, മണ്ടൻ, ഒന്നിനും കൊള്ളാത്തവൻ എന്നുള്ള അർത്ഥത്തിൽ. അതോ ശ്രീജ അജിത്ത് വിഡ്ഡി എന്ന് പറഞ്ഞു കൊടുക്കും. ഞാൻ ഓരോരുത്തർക്കും ഓരോരോ പോയിന്റ് തന്നാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ശ്രീജ അജിത്തിന് ഒരു പോയിന്റ്, രേഷ്ണുജ ഹരിക്ക് ഒരു പോയിന്റ്. ചീത്ത ആൾ അല്ല, ബോഷത്തക്കാരൻ, അത് ഞങ്ങളൊരു വാക്ക് ഞാൻ കേട്ടിട്ടില്ല, അതുപോലെ കോട്ടയംകാരൻ വാക്കായിരിക്കും. എനിക്ക് വളരെ സിമ്പിളായിട്ടുള്ള മലയാളത്തിലുള്ള ഇത് വേണം. തമാശക്കാരനല്ല, അബദ്ധം പറയുന്നത് ഷീജ ഇബ്രാഹിം, നുണ പറയുന്നവൻ അല്ല, വിടുവായൻ ജീസ് കൈതരം അല്ല, കള്ളൻ ജയശ്രീ ജോണിന് ഒരു പോയിന്റ് കൊടുക്കുന്നു, പൊട്ടൻ എന്ന് പറഞ്ഞതുകൊണ്ട്. ഓക്കെ, ഇത്രയും പേർക്കാണ് ഞങ്ങൾക്ക്. നിഷ റോസിന് ശരിക്ക് ഒരു പോയിന്റ് കൊടുക്കേണ്ടതാണ്. മരവാഴ എന്നുള്ളതാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള മലയാളം എന്നാണ് എൻ്റെ അഭിപ്രായം. ജഡ്ജിയുടെ തീരുമാനം അന്ത്യമായിരിക്കും എന്ന് ജീസ് കൈതാരം. അതെ, അപ്പം ഞാൻ ഇപ്പം ശ്രീജയ്ക്കും നിഷ റോസിനും ജയശ്രീക്കും രേഷ്ണുജയ്ക്കും ഓരോ പോയിന്റ് വീതം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത വീട്ടിലെ താത്ത എപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് അർത്ഥം ചോദിച്ചു വരാൻ നേരമുണ്ടോ എന്ന്. ആരെയും ഹഫ്സത്തിനെയാണോ അങ്ങനെ വിളിക്കുന്നത്? അപ്പോൾ തിരിച്ചും അത് തന്നെ പറയേണ്ടി വരും. ഹഫ്സത്തെ അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പം നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? ഞാൻ കണ്ണൂർക്ക് പോവാണേ. മറ്റ് ജില്ലക്കാർ വിഷമിക്കേണ്ട, മറ്റൊരു ദിവസം മറ്റ് ജില്ലകളിലെ പ്രയോഗങ്ങളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് കുറച്ച് ജില്ലകളിലെ വാക്കുകൾ മാത്രമാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കണ്ണൂർ പോവുകയാണെങ്കിൽ നമ്മൾ കണ്ണൂര് അച്ചിടുക എന്ന് വെച്ചാൽ എന്താണ്? അച്ചിടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ചടിക്കുകയല്ലേ, എന്തെങ്കിലും അച്ചടിക്കാൻ വേണ്ടി. പണ്ടൊക്കെ ആണെങ്കിൽ ഇങ്ങനെ അച്ചി നിരത്തി വെച്ചിട്ട് വേണം പ്രസ്സിലൊക്കെ ചെയ്യാൻ, അതിനെയാണോ അച്ചിടുക എന്ന് പറയുന്നത്? പക്ഷെ അല്ല, കണ്ണൂരിൽ അച്ചിടുക എന്ന് പറയുന്നത് എന്തിനെയാണെന്നുള്ളതാണ് ചോദ്യം. നോക്കട്ടെ ആരാണ് ഉത്തരം പറയാൻ പോകുന്നതെന്ന്. നമ്മുടെ കണ്ണൂർക്കാരി വിമിത ഇന്ന് ഉണ്ടാകേണ്ടതായിരുന്നു.
അപ്പിയിടുക എന്ന് സിൽവി മൈക്കിൾ പറയുന്നുണ്ട്, അല്ല. അച്ചാറിടുക എന്ന് സുനന്ദ മഹേഷ്, അല്ല. അച്ചിടുക എന്ന് വെച്ചാൽ എന്താണ്? വല്ല അച്ചപ്പം ഉണ്ടാക്കുന്നതിനായിരിക്കും എന്ന് ജയശ്രീ ജോൺ പറയുന്നു. പ്രിന്റ് ചെയ്യുക അജിത് രാജ്, അത് സാധാരണ നമുക്ക് അറിയുന്ന അർത്ഥമല്ലേ, അച്ചിടുക, അച്ചു നിരത്തുക എന്നൊക്കെ പറയുന്ന അർത്ഥം വരുന്നു. പക്ഷെ അല്ല. റംസീന നസർ, ദൈവത്തിനറിയാമെന്ന്, ദൈവത്തിന് പോലും അറിയുമെന്നുള്ള സംശയമുണ്ട്. അടച്ചിടുക എന്ന് രേഷ്ണുജ ഹരി, അല്ല. നോക്കുക എന്ന് ദീപിക അജിത്. നിങ്ങൾ വിചാരിക്കുന്ന ഒരു അർത്ഥമേ അല്ല അതിന്. ഞാൻ തന്നെ അത് വായിച്ചിട്ട് അത്ഭുതപ്പെട്ടു പോയി. ഷെയർ ഇടുക എന്ന് ബ്രീസ നിഷാദ്. അപ്പോൾ ക്ലൂ വേണോ? എല്ലാവർക്കും കൊടുക്കുവാണല്ലോ പോയിന്റ് എന്ന്. സെയിം ടു സെയിം എന്ന് സുനന്ദ മഹേഷ്, അല്ല. അച്ചിടുക എന്നുള്ളത് നിങ്ങൾ ആ ശബ്ദം ഒന്ന് നോക്കിയേ. അച്ചിടുക, അച്ച് എന്ന ശബ്ദം വരുന്ന ഒരു സംഭവമാണ്. അതെപ്പോഴാണ് വരിക? മിണ്ടാതിരിക്കുക എന്ന് ഗിരിജ ചാത്തുണ്ണി, അല്ല. തോൽവി സമ്മതിക്കുക എന്ന് വിജിത അനീഷ്, അല്ല. ഭാര്യ അച്ചി എന്തേലും ഇടുന്നതാവുമെന്ന് ബിന്ദു രാജേഷ് പറമ്പൂർ, അല്ല. അച്ചു കുത്തുക എന്ന് സിൽവി മൈക്കിൾ. ദീപാ പെരുമാൾ തുമ്മൽ. ഒച്ച എന്ന് റംസീന നാസർ. ഇടിയപ്പത്തിന്റെ അച്ചെന്ന് നിഷിബ എം നിഷി. തുമ്മുക എന്ന ദീപിക അജിത്ത്. ഉത്തരം ശരിയാണ്, തുമ്മുക. എനിക്ക് തോന്നുന്നു ദീപ പെരുമാൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. തുമ്മുക എന്നുള്ളതിനെയാണ് കണ്ണൂര് അച്ചിടുക എന്ന് പറയുന്നത്. അച്ചി എന്ന് പറയില്ല നമ്മൾ, അതിനെ ആയിരിക്കണം അങ്ങനെ വന്നതെന്ന് വിചാരിക്കുന്നു. നിർത്തുക എന്ന് ഫർസാന നൗഫൽ. തുമ്മുക എന്ന് സുനന്ദ മഹേഷ്. തുമ്മുക എന്ന് വിജിത അനീഷ്. ഇതിനൊരു 10 പോയിന്റ് കൊടുക്കുക എന്ന് ജയശ്രീ ജോൺ. എന്തായാലും ഉത്തരം പറഞ്ഞത് തിരുവനന്തപുരത്തുകാരിയായ ദീപ പെരുമാളാണ്. കണ്ണൂരിലെ വാക്കിന്റെ ഉത്തരം പറഞ്ഞത്. എന്തായാലും എനിക്ക് തോന്നുന്നു 10 പോയിന്റ് കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. തുമ്മൽ എന്ന് ദീപിക അജിത്ത്. ഫർസാന നൗഫൽ നിർത്തുക എന്ന് പറഞ്ഞിരിക്കുന്നു. നഫ്സ് തുമ്മൽ. ഷീജ ഇബ്രാഹിം തുമ്മൽ. നിഷിബ എം നിഷി തുമ്മുക തുടങ്ങിയവയൊക്കെയാണ് ഉത്തരങ്ങൾ വന്നിരിക്കുന്നത്. ഉത്തരം ശരിയാണ്, പക്ഷെ ആദ്യം പറഞ്ഞ ദീപ പെരുമാളാണ്. ദീപ പെരുമാളിന് 1 പോയിന്റ്. അപ്പോൾ നമ്മുടെ പോയിന്റ് നോക്കാം. അജിത് രാജ് 2 പോയിന്റ്, രേഷ്ണുജ ഹരി 2 പോയിന്റ്, ജയശ്രീ 2 പോയിന്റ്, ഫർസാന 2 പോയിന്റ്. ബാക്കി എല്ലാവർക്കും ഓരോ പോയിന്റാണ്. സിൽവി, ആശ റോസ്, സഹ്ല, അച്ചു വിപിൻ, ബിന്ദു രാജേഷ്, ദീപിക, ശ്രീജ, ജീസ്, നിഷ റോസ്, ദീപ പെരുമാൾ. അപ്പോൾ എല്ലാവരും മത്സരം കുറച്ചുകൂടി കടുപ്പിക്കുക, എന്നാലേ നമുക്കൊന്ന് വിജയിയെ കണ്ടെത്താൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത വാക്കിലേക്ക് പോവുകയാണേ. വീണ്ടും ഞാൻ കുട്ടനാട്ടിലേക്ക് പോവുകയാണ്. കുട്ടനാട്ടിൽ മോദ എന്ന് വെച്ചാൽ എന്താണ്? മോദ എന്ന് വെച്ചാൽ എനിക്ക് ആകെ അറിയുന്ന ഒരു മീനിന്റെ പേരാണ്. എനിക്കതാണെങ്കിൽ അത് കഴിക്കാനും ഇഷ്ടമല്ല. മോദ എന്ന് വെച്ചാൽ എന്താണ്? ഇങ്ങനെയുള്ള മനോഹരമായ കലാപരിപാടികൾ നാളെയും തുടരുന്നുണ്ടോ? ഇനിയുമുള്ള ജില്ലകളും പ്രാദേശിക പ്രയോഗങ്ങളും കിടക്കുമല്ലേ. ഇത് ഞാൻ കുറച്ചേ കളക്ട് ചെയ്തിട്ടുള്ളൂ, ബാക്കി കൂടി കളക്ട് ചെയ്തിട്ട് വരും. ഞങ്ങളുടെ പാലക്കാടിൻ്റെയൊക്കെ പ്രയോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ തോറ്റ് തൊപ്പിയിടും അല്ലേ. സുനന്ദ മഹേഷും അജിത് വള്ളോലിയൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് ഹൈഫൈ തന്നേനെ. മറ്റ് ജില്ലകളെ പോലെയല്ല, ഞങ്ങളുടെ ഒന്നും പ്രയോഗങ്ങൾക്ക് നിങ്ങൾക്ക് ജന്മം കൊണ്ട് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റില്ല. എൻ്റെ 10 പോയിന്റ് എവിടെയെന്ന് ദീപിക അജിത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കേട്ടല്ലോ, വാക്ക് കേട്ടല്ലോ. മോദ. എനിക്കറിയുന്ന മോദ ഒരു മീനാണ്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അർത്ഥം അറിയെങ്കിൽ പറയൂ. മോദ എന്ന് വെച്ചാൽ എന്താണ്? കുട്ടനാടാണേ. അയമോദകം ഒന്ന് സഹല യാസർ, അല്ല. സിൽവി മൈക്കിൾ മീൻ, അതെനിക്കും അറിയാം സിൽവി ചേച്ചി. മോദ മീൻ എനിക്കിഷ്ടമല്ല പക്ഷേ കേട്ടോ. ഷൈബി ഷാജു പുല്ല്. ജീസ് കൈതാരം സുഗിയൻ. അത് മോദകം, അത് വേറെ. ഇത് റേ എന്ന് പറഞ്ഞാൽ മോര് എന്ന് രീഷ്ണുജ ഹരി, അല്ല. നിഷാ റോസ് മീന്. അത് പോതയല്ലേ എന്ന് ജയശ്രീ പുല്ലിനോട് മറുപടി ആയിട്ട് പറഞ്ഞാന്ന് തോന്നുന്നു. കയറ്റുപായെന്ന് ആശാ റോസ് ഷൈജു, അല്ല. നിങ്ങൾ കുട്ടനാട് ആലോചിക്കുക. കുട്ടനാട് വെള്ളമുള്ള ഒരു എന്താ പറയുക, വെള്ളം സർവത്ര എന്നുള്ളൊരു സ്ഥലമാണ്, പ്രദേശമാണ്. അപ്പം അതിനോട് ബന്ധപ്പെട്ട് ആലോചിക്കുക. മോദ എന്ന് വെച്ചാൽ എന്താണ്? കയറ്റുപായെന്ന ആശാ റോസ് ഷൈജു. വേവ്സ് എന്ന അജിത് രാജ്. വേറെ ആർക്കെങ്കിലും ഉത്തരവുണ്ടോ? ആലോചിക്കൂ. എന്നാ പിന്നെ വല്ല കരിമീനും ആയിരിക്കും. കരിമീൻ ആരെങ്കിലും മോദ എന്ന് പേരിടുവോ? കരിമീൻ സമ്മതിക്കുവോ? മോദ കിങ് ഫിഷ് എന്ന്. മോദ ശരിക്കും കിങ് ഫിഷ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. മോദ വേറൊരു മീനാണ്. അതിൻ്റെ വലിയച്ഛൻ്റെ മകനോ ചെറിയച്ഛൻ്റെ മകനോ ആയിട്ട് വരുമെന്ന് തോന്നുന്നു. തിര എന്ന് ജീസ് കൈതാരം. പായൽ എന്ന് ഷൈബി ഷാജു.
ഒരിനം മീൻ, ചെറിയ തിര എന്നൊക്കെ ഗൂഗിൾ പറയുന്നു എന്നാ ഗൂഗിളിനോട് ചോദിക്കുന്നതാണ് പ്രശ്നം. നിഷ റോസ് പായൽ, സഹ്ല യാസർ മുത്ത്, ആശാ റോസ് ഷെജു ചെറിയ തിര, ഹൈറൈസ് വേവ്സ് എന്ന് അജിത് രാജ്, ബണ്ട് എന്ന് സിൽവി മൈക്കിൾ, ചിറ എന്ന് നിഷ റോസ്, നിഷിബ എം നിഷി എന്താണ് പറയുന്നത്, നെയ്മീൻ അല്ല. ആൻസർ വന്നിട്ടുണ്ട്. എന്നാൽ എനിക്കതിൻ്റെ ഒരു മലയാളം ആൻസർ കിട്ടാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. കുട്ടനാടായ സ്ഥിതിക്ക് ബണ്ടാണോ? അല്ല, വെള്ളത്തിലുള്ള ഒരു സംഭവമാണ്. വെള്ളത്തിൽ ഇങ്ങനെയുള്ളൊരു സംഭവമാണ്. അതിൻ്റെ ഈ വാക്കും വേറൊരു വാക്കും ചേർത്തിയിട്ടൊരു സിനിമയും ഉണ്ട്. കുട്ടനാടായ സ്ഥിതിക്ക് ബണ്ടാണോ? അല, അലയല്ല മല. കുട്ടിയുടെ പേര് മല എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഇങ്ങോട്ട് വരട്ടെ. കുട്ടനാട്ടിലാണോ അല? അല കടലിലല്ലേ. തിരമാല എന്ന് ബിന്ദു രാജേഷ് പറവൂർ. കൊള്ളാം. സഹല യാസർ പായൽ, പൊങ്ങിയ തിരയെന്ന് അജിത്ത് രാജ്, വേലിയേറ്റെന്ന് ജയശ്രീ ജോൺ, രേഷ്ണുജ ഹരി ചുഴി. ദീപിക അജിത്ത് പറഞ്ഞിട്ടുണ്ട് ഉത്തരം ഓളം. ഓളം എന്നുള്ളതാണ് ഉത്തരം. പക്ഷെ അജിത് രാജും ആദ്യം പറഞ്ഞിരുന്നു വേവ്സ് എന്ന്. പക്ഷെ വേവ്സ് തിരമാലയല്ലേ ശരിക്കും. ഓളത്തിന് വേവ്സ് എന്ന് പറയുമോ? എനിക്ക് സംശയമുണ്ട്. ആരെങ്കിലും ഒന്ന് കൺഫേം ചെയ്യണേ. ഓളം എന്നുള്ളതാണ് ഉത്തരം. ലൂസി ജോൺ പറഞ്ഞിട്ടുണ്ട്. കണ്ടോ, മകൾക്ക് ബണ്ടാണെങ്കിൽ അമ്മയ്ക്കറിയാം കൃത്യ ഉത്തരം. ലൂസി ജോൺ ഓളം എന്നുള്ള ഉത്തരം പറഞ്ഞിട്ടുണ്ട്. വേലിയേറ്റം എന്നാണ് മകൾ ജയശ്രീ ജോൺ പറഞ്ഞത്. ഇതാണ് പറയുന്നത്, മറ്റേ പ്രായമായവർക്കാണ് കൂടുതൽ ബുദ്ധി എന്ന്. മനസ്സിലായല്ലോ. അപ്പോൾ ഓളം എന്ന് സഹ്ല യാസർ പറയുന്നു, വേലിയേറ്റം എന്ന് വൈശാഖ് ജി പറയുന്നു, തിരയെന്ന് ഷീജ ഇബ്രാഹിം, നിഷ റൂസ് ചന്ദ്രൻ, ബിന്ദു രാജേഷ് പറവൂർ ഓളം, ലൂസി ജോൺ ഓളം, വിജിത അനീഷ് ഓളം, ജൂലാവി ഗോപൽ നെല്ല്, നിമ്മി ശ്രീലേഷ് ഓളം, തിരയും തീരവും എന്ന് ജീസ് കൈതാരം. ഓളവും തീരവുമാണെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. ഓളവും തീരവും എന്നൊരു സിനിമയില്ലേ ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഓളം റീസ നിഷാദ് പറയുന്നു. ഓളം തന്നെ ചെറിയ തിര. നിഷ റോസ് ഒഴുക്ക്. ഓളം കൊടുക്കുമെന്ന് ഫർസാന നോമൽ പറയുന്നു. അതുകൊണ്ട് ദീപികയ്ക്ക് കൊടുക്കാന്നാണ് എൻ്റെ ഒരു തീരുമാനം. ദീപികയ്ക്ക് ഒരു പോയിന്റ് കേട്ടോ. അപ്പം അടുത്ത വാക്കിലേക്ക് പോയാലോ? നോക്കട്ടെ. തിരമാലയുടെ ഫാമിലിയിൽ പെട്ടതാ ഓളം എന്ന് ബിന്ദു രാജേഷ് പറവൂർ. ശരിയാ കുഞ്ഞമ്മയുടെ മോളാ. ദീപിക ഫസ്റ്റ്. ദീപികയ്ക്കാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. എല്ലാവർക്കും തലയ്ക്ക് ഓളമാകുന്ന സിൽവി മൈക്കിൾ. എനിക്കും തോന്നുന്നുണ്ട് ഈ ലൈവ് കഴിയുമ്പോൾ തലയ്ക്ക് ഓളമാകുമെന്ന്. അത്ര മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അപ്പം നമുക്ക് അടുത്ത വാക്കിലേക്ക് പോയാലോ? ഇനി നമുക്ക് മലപ്പുറത്തേക്ക് പോവാം. മലപ്പുറത്ത് മുടുക എന്ന് വെച്ചാൽ എന്താണ് കേട്ടല്ലോ? മുടുക. എന്തോന്നത്, കന്നഡയോ? മുടുക. ഇപ്പോൾ ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ അവസ്ഥയും തലയ്ക്കോളമാണെന്ന്. അത്ര മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. എനിക്ക് മാത്രം പോരല്ലോ തലയ്ക്കോളം. മുടുക എന്ന് വെച്ചാൽ എന്താണെന്നാണ് മലപ്പുറത്ത്. ഉത്തരം വരട്ടെ. മുടുക എന്ന് വെച്ചാൽ എന്താണെന്നുള്ളതാണ് ചോദ്യം. ഫർസാന നോഫൽ പറയുന്നു മുട്ട, നിഷ റോസ് പറയുന്നു മുട്ട, രേഷ്ണുജ ഹരി പറയുന്നു മുട്ട, കോഴിമുട്ട എന്ന് സഹല യാസർ, എൻ്റെ മുരുക എന്ന് ബിന്ദു രാജേഷ് വിളിക്കുന്നുണ്ട്, കോഴിമുട്ടയെന്ന് ഷീജ ഇബ്രാഹിം, ജീസ് കൈതാരം മുട്ട എന്ന് പറയുന്നു. സത്യമാണ്. മുട്ടയുടെ മലപ്പുറം സ്ലാങ് വേർഡാണ് മുടുക. അതെന്തോന്ന് മുടുക? വല്ല കന്നഡ ബന്ധമുണ്ടോയെന്ന് എനിക്ക് തോന്നുന്നു. ആദ്യം ഉത്തരം പറഞ്ഞത് ആരാദ്യം ഉത്തരം പറഞ്ഞ് ഞാൻ കണ്ടല്ലോ. ഫസ്റ്റ് മുട്ട എന്നുള്ള ഉത്തരം പറഞ്ഞത് ആരാ? ഫർസാന നൗഫലാണെന്നാണ് എനിക്ക് കാണിക്കുന്നത്. വ്യത്യാസം ഉണ്ടെങ്കിൽ പറയണേ. മുട്ട എന്ന് ബാലു, ബാലൻ തുടങ്ങിയവരൊക്കെ ഉത്തരം പറയുന്നുണ്ട്. എനിക്ക് ഫർസാന നൗഫലാണ് ആദ്യം കാണിക്കുന്നത്. മലബാറും കൊല്ലവും മാത്രമല്ല കേരളം എന്ന് ക്വിസ് മാസ്റ്ററോട് പറയാൻ പറഞ്ഞു. ഞാൻ വരും എല്ലാം കൂടി ഒരുമിച്ചെടുക്കാൻ എനിക്ക് പറ്റില്ല. അപ്പം ഞാൻ കണ്ടതിൽ കുറച്ചെണ്ണം എടുത്തുന്നേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അടുത്തൊരു സെഗ്മെന്റിൽ നമുക്ക് മറ്റ് വാക്കുകളും കൂടി കൊണ്ടുവരാം. അപ്പോൾ മുടുക ഉത്തരം പറഞ്ഞത് ഫർസാന നൗഫലാണ്. നമുക്കപ്പോൾ അടുത്ത വാക്കിലേക്ക് പോയാലോ? കോഴിക്കോട്ടേക്കാണ് ഞാൻ പോകുന്നത്. കോഴിക്കോട്ട് പടാപ്പുറം എന്ന് വെച്ചാൽ എന്താണ്? പടാപ്പുറം. ഫസ്റ്റ് മുട്ടയടിച്ചത് ഫർസാന എന്ന്.
ഫർസാനയാണ് ആദ്യം പറഞ്ഞത്, ജയശ്രീ ജോൺ. ഫർസാനയ്ക്കാണ് ഞാൻ പോയിന്റ് കൊടുത്തിരിക്കുന്നത്. അടുത്ത വാക്ക് കോഴിക്കോട് നിന്നാണ്. പടാപ്പുറം. പടാപ്പുറം എന്ന് വെച്ചാൽ എന്താണ്? വല്ല കടപ്പുറമായിരിക്കുന്നു ജയശ്രീ ജോൺ. അല്ല, കടപ്പുറം എന്ന് ബിന്ദു രാജേഷ് പറവൂർ. കടലുമായിട്ട് ഇതിനൊരു ബന്ധവുമില്ല. പടാപ്പുറം. സഹല യാസർ പറയുന്നു കടപ്പുറം. അല്ല, കടലുമായിട്ട് ബന്ധമില്ല. കുറച്ചുകൂടി ഇങ്ങോട്ടേക്ക് വരൂ. ഹോളെന്ന് നഫ്സ് പറയുന്നു. ബ്രീസ നിഷാദ് പറയുന്നു കടപ്പുറം. കടലുമായി ബന്ധമില്ല മക്കളെ. കടലിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരൂ. കടലമ്മ ആ വഴിക്ക് പോയിക്കോട്ടെ, നമുക്ക് കുറച്ചുകൂടി ഇങ്ങോട്ട് വരാം. പടാപ്പുറം എന്ന് വെച്ചാൽ എന്താണ്? പടാപ്പുറം. ഉമ്മറം കഴിഞ്ഞുള്ള ഹോളെന്ന് ഹഫ്സത്ത്. ശ്രീജ അജിത്ത് ഉമ്മറം. ജീസ് കൈതാരം മച്ച്. വിജിത അനീഷ് കോലായ. ഉമ്മറത്തിരിക്കുന്നതെന്ന് അജിത് രാജ്. സിറ്റ് ഔട്ട് എന്ന് നഫ്സ് പറയുന്നു. ഉത്തരം കോലായ എന്നുള്ളതാണ്, അല്ലെങ്കിൽ സിറ്റ് ഔട്ട്, അല്ലെങ്കിൽ നമ്മൾ വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ ഇരിക്കാൻ ഉള്ള പുറത്തുള്ള സ്ഥലത്തെയാണ് കോലായ. അതിനെയാണ് പടാപ്പുറം എന്ന് പറയുന്നത്. ആദ്യ ഉത്തരം പറഞ്ഞത് കോലായ എന്ന് പറഞ്ഞത് വിജിത അനീഷാണ്. വേറെ ആരുടെ ഉത്തരം ഞാൻ കാണുന്നില്ല. വിജിത അനീഷിനാണ് ഒരു പോയിന്റ്. മാറ്റം ഉണ്ടെങ്കിൽ പറയണേ. അപ്പോൾ പടാപ്പുറത്തിന് കോലായ എന്നാണ് അർത്ഥം. അപ്പം ഇനിയൊരു ചെറിയ ചോദ്യമാണ്, പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റുന്നതാണ്. നോക്കട്ടെ ആരാണ് പറയാൻ പോകുന്നത്. ബാക്ക് സിറ്റ് ഔട്ട് എന്ന് ആശ റോസ്. പാതാമ്പുറമാണോ എന്ന് അഞ്ജു രഞ്ജിമ. മുറ്റമാണെന്ന് രേഷ്ണു ജഹരി. പിന്നെയും തോൽവിയെന്ന് അച്ചു വിപിൻ. പോട്ടെ അച്ചു, നമുക്ക് വളരെ GK ഉള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ വരുമ്പോൾ നമുക്ക് വിജയിക്കാം. ഓക്കെ. വിജിത ഫസ്റ്റ് എന്ന് ഫർസാന. വിജിതയ്ക്കാണ് ഞാനൊരു പോയിന്റ് കൊടുത്തിരിക്കുന്നത്. അടുത്തത് പെരുമ്പാവൂരാണ്. ദേന. ദേന എന്ന് വെച്ചാൽ എന്താണ്? ദേന എന്ന് വെച്ചാൽ എന്താണെന്നുള്ളതാണ് അടുത്ത ചോദ്യം. പോരട്ടെ ഉത്തരം. ഞങ്ങൾ കൊലായ കഴിഞ്ഞ് വരുന്ന റൂമിനാണ് പടാപ്പുറം എന്ന് പറയുന്നത് എന്ന് ഹഫ്സത്ത് പറയുന്നു. എനിക്ക് തോന്നുന്നു അപ്പോൾ അത് ഫോയർ പോലുള്ള സ്പേസ് ആയിരിക്കാം. പക്ഷെ ഞാൻ ഈ ഉത്തരം ചോദ്യവും കണ്ടെത്തിയ സ്ഥലത്ത് പടാപ്പുറം എന്ന് പ്രാദേശികമായിട്ട് ഉപയോഗിക്കുന്ന ആ സ്ത്രീ പറയുന്നത് കോലായ, പടാപ്പുറത്ത് കയറിയിരിക്കാനാണ് പറയുന്നത്. കോലായയാണ് അതിൻ്റെ ഉത്തരം. ദേന എന്ന് വെച്ചാൽ എന്താണെന്നുള്ളതാണ് അടുത്ത ചോദ്യം. നോക്കട്ടെ ആരെങ്കിലും ഉത്തരം പറയുന്നുണ്ടോന്ന്. ദേ ഇവിടെ എന്ന് അജിത് രാജ്. അത് എന്ന് ഷൈബി ഷാജു. ഇതാ എന്ന് അഷാറ ഷാജു. ചേന എന്ന് വൈശാഖ് ജയ്. വൈശാഖിന്റെ ചായ കൂടി ശരിയായിട്ടില്ലെന്ന് തോന്നുന്നത്. ദേ അവിടെ എന്ന് ബിന്ദു രാജേഷ് പറവൂർ. അഞ്ജു രഞ്ജിമ ആ എന്ന് പറയുന്നുണ്ട്. ആയല്ല ഈ. ജീസ് കൈതാരം അതാ. മഞ്ജുള സേതു തരുക. സഹല യാസർ പേന അല്ല. നിഷ റോസ് കൊമ്പ്. ബ്രീസ നിഷാദ് അസുഖം. സിൽവി മൈക്കിൾ തോനെ അല്ല. ശ്രീജ അജിത് ഇതാ. അവിടെ എന്നുള്ളതാണ് ഉത്തരം. എനിക്ക് തോന്നുന്നു ബിന്ദു രാജേഷാണ് ആദ്യം പറഞ്ഞത്. ബിന്ദുവിന് ഒരു പോയിന്റ്. അവിടെ എന്നുള്ളതിനാണ് പെരുമ്പാവൂർ ഭാഗത്തുള്ളവർ ദേന എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അടുത്ത വാക്കിലേക്ക് പോയാലോ. ഇത് കോഴിക്കോടുള്ള വാക്കാണ്. വളരെ എളുപ്പമാണ്, എല്ലാവർക്കും പെട്ടെന്ന് പറയാൻ പറ്റുന്നതാണ്. ആരാദ്യം പറയുന്നത് നോക്കാം. നമ്മുടെ സമയവും ഏകദേശം അതിക്രമിച്ചിരിക്കുന്നു. പിയാപ്ല. പിയാപ്ല എന്ന് വെച്ചാൽ ആരാണ്? അവിടെ എന്നാണ് ദേനയുടെ അർത്ഥം. ദേന എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ അവിടെ എന്നാണ് അർത്ഥം. ഇവിടെ പാതിമ്പുറം അടുക്കളയിലെ സ്ലാബാണെന്ന് നിഷ റോസ്. ഓരോരോ പ്രാദേശികമായ വ്യത്യാസം കാണുമായിരിക്കും. സഹല യാസർ പറയുന്നു ഹസ്ബൻഡ്. മണവാളൻ എന്ന് ഹഫ്സത്ത് പറയുന്നു. മണവാളൻ എന്ന് ജയശ്രീ ജോൺ പറയുന്നു. ഹസ്ബൻഡ് എന്ന് വൈശാഖ് ജി പറയുന്നു. മണവാളൻ എന്ന് അജിത് രാജ് പറയുന്നു. പുതുമണവാളൻ എന്ന് ഫർസാൻ ഔഫർ പറയുന്നു. ഈസ് കൈതാരം മണവാളൻ. ഷൈബി ഷൈജു പുതിയാപ്ല. അതല്ലേ ഞാൻ അങ്ങോട്ട് ചോദിച്ചത്, അപ്പോൾ എന്നോട് ഇങ്ങോട്ട് പറയുന്നു പുതിയാപ്ല എന്ന്. കല്യാണ ചെക്മൻ രേഷ്ണുജ ഹരി. ദീപിക അജിത്ത് മണവാളൻ ഭർത്താവ്. പുതുമണവാളൻ എന്ന അഞ്ജു രഞ്ജിമ. പുതുമണവാളൻ എന്ന് വിജിത അനീഷ്. ഷീജ ഇബ്രാഹിം. ഒരുപാട് പേര് ഉത്തരം പറയുന്നുണ്ട്. ഹസ്ബൻഡ് എന്നുള്ളതാണ് ഉത്തരം. ശരിക്കും ഭർത്താവ് എന്നതിൻ്റെ ഇതാണ് പിയാപ്ല. ഓക്കെ. അപ്പോൾ ആദ്യം പറഞ്ഞത് ആരാണ് നോക്കട്ടെ. സഹല യാസറാണ് ആദ്യം പറഞ്ഞത്. അപ്പോൾ സഹലയ്ക്ക് ഒരു പോയിന്റ്. അപ്പോൾ അടുത്ത വാക്ക് ഇത്
മലപ്പുറത്താണേ. ഒരു ഒരു വാചകമാണ്, എന്താണെന്ന് പറയണം. മാങ്ങാത്തോല് മാങ്ങണ്ട. മാങ്ങാത്തോല് മാങ്ങണ്ട. മാങ്ങാത്തോല് വാങ്ങണ്ടാത്തൊരു വാങ്ങണ്ടല്ലോ. എന്തിനു മാങ്ങാത്തോല് എന്തിനാ വാങ്ങിക്കുന്നത്? മാങ്ങാത്തോല് മാങ്ങണ്ട എന്ന് വെച്ചാൽ എന്താണ്? സഹല പറഞ്ഞു. സഹലയ്ക്ക് ഞാൻ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. വയസ്സ് 100 കഴിഞ്ഞാലും പുയ്യാപ്പിള പുയ്യാപ്പിള തന്നെ. അതാണ് പിയ്യാപ്പിള എന്ന് വെച്ചാൽ ഭർത്താവ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. മാങ്ങാത്തോല് മാങ്ങണ്ട എന്ന് വെച്ചാൽ എന്താണെന്നുള്ളതാണ് ചോദ്യം. നോക്കട്ടെ, മാങ്ങാത്തോല് എന്തിനാ വാങ്ങിക്കുന്നില്ലെങ്കിലും. മാങ്ങാത്തോല് മാങ്ങണ്ട എന്താണ് നോക്കട്ടെ. മാങ്ങാത്തോല് വാങ്ങേണ്ടെന്ന് ഫർസാന നൗഫാൽ, മാങ്ങാത്തോല് വാങ്ങണ്ടെന്ന് സഹല യാസർ, വേണ്ടാത്തൊരു വാങ്ങേണ്ടെന്ന് ആശാ റോസ് ഷൈജു. അതാണ് ഉത്തരം. വേണ്ടാത്തൊരു വാങ്ങേണ്ട എന്നുള്ളതാണ് ഉത്തരം. ആശാ റോസിന് 1 പോയിന്റ്. അതിന് മാങ്ങാത്തോലുമായിട്ട് എന്താ ബന്ധം എന്ന് മാത്രമാണ് അറിയാത്തത്. ഒന്നും വാങ്ങണ്ട എന്ന് ദീപിക അജിത്ത്, വാങ്ങാത്തവർ വാങ്ങണ്ട എന്ന് ജീസ് കൈതാരം. ആശാ റോസ് പറഞ്ഞതാണ് ഉത്തരേ. ദോസ് ഡോൺ ബൈ ഡോൺ ബൈ എന്ന് അജിത് രാജ് പറയുന്നുണ്ട്. മാങ്ങാത്തൊരു വാങ്ങേണ്ട എന്ന് ബ്രീസ നിഷാദ് പറയുന്നു. മലയാളം മാലും മേ ജാത്താഹും ടാറ്റ എന്ന് ദീപ പെരുമാൾ. വാങ്ങാത്തവർ വാങ്ങേണ്ട എന്ന് രേഷ്ണുചാരി പറയുന്നു. ശരിയാണ് ഉത്തരം. ആദ്യം ആശാ റോസ് പറഞ്ഞിരുന്നു. അപ്പോൾ ആശാ റോസിനാണ് പോയിന്റ്. അടുത്ത നമ്മൾ കണ്ണൂർക്ക് പോവാണേ. നമ്മുടെ സമയം ഏകദേശം അതിക്രമിക്കുന്നെങ്കിലും ഞാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ചോദ്യങ്ങളൊക്കെ ചോദിക്കാമെന്ന് വിചാരിക്കുന്നു. കണ്ണൂര് കിരണ്ട് എന്ന് വെച്ചാൽ എന്താണ്? കിരണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് അല്ലേ, ഇടയ്ക്കിടയ്ക്ക് പോകുന്ന കറണ്ട്. കിരണ്ട്. വാങ്ങാത്തവർ വാങ്ങേണ്ട. എൻ്റെ അല്ലേ ആദ്യം ഒന്ന് വൈശാഖ് ജി. സാധാരണ നമ്മുടെ കമൻ്റാണ് FB ആദ്യം കാണിക്കുക. ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കിയാൽ അറിയാം ആദ്യം ആരാണ് കമൻറ്റ് ചെയ്തതെന്ന്. അല്ലെങ്കിൽ ലൈവ് കഴിഞ്ഞാലും നമുക്ക് പോയി ലാപ്ടോപ്പിലൊക്കെയാണ് നോക്കുന്നതെങ്കിൽ ടൈമിങ് അറിയാൻ പറ്റും. എന്നാലും ഞാനിവിടെ എനിക്ക് കാണുന്ന ആദ്യത്തെ ആൾക്കാണ് പോയിന്റ് കൊടുക്കുന്നത്. നിഷി പറയുന്നു കിരണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കിണറാണെന്ന്. ആശാറൂസ് ഷൈജു പറയുന്നു കിണറാണെന്ന്. വിജിത അനീഷ് പറയുന്നു കിണറാണെന്ന്. ജയൻ കുശലകുമാരി പറയുന്നു കിണർ. അപ്പോൾ കിണറാണ് ഉത്തരം. ആദ്യ ഉത്തരം പറഞ്ഞിരിക്കുന്നത് നിഷിബയാണെന്ന്. അപ്പം നിഷിബയ്ക്ക് 1 പോയിന്റ്. കരളുക എന്ന് വൈശാഖി പറയുന്നു. ഇത് തേങ്ങ കരളുന്നതോ? അല്ല, അത് കരണ്ടുക. ഓക്കെ, ഇത് കിരണ്ട്. മാങ്ങാത്തോല് വീട്ടിലുണ്ടാക്കിയാൽ മതിയെന്ന് റംസീന നാസർ. കണ്ണൂരിലേക്ക് ഞാൻ പോണില്ല, പെട്ടുപോകുമെന്ന് ബിന്ദു രാജേഷ് പറവൂർ. അപ്പോൾ ഏകദേശം നമ്മൾ ചോദ്യങ്ങളെല്ലാം അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് പോയിന്റ് ഒന്ന് നോക്കാം. നോക്കട്ടെ, ഒരു സെക്കൻഡ്. 3 പോയിന്റുമായിട്ട് ഫർസാന നൗഫലാണ് 1ാം സ്ഥാനത്ത്. അജിത് രാജും രേഷ്ണുജയും ജയശ്രീയും ആശാ റോസും സഹലയും ബിന്ദു രാജേഷും ദീപികയും 2 പോയിന്റുമായിട്ട് 2ാം സ്ഥാനത്തുണ്ട്. സിൽവി, അച്ചു വിപിൻ, ജീസ്, ശ്രീജ അജിത്ത്, നിഷ റോസ്, ദീപ പെരുമാൾ, വിജിത അനീഷ്, നിഷിബ തുടങ്ങിയവർക്ക് ഓരോ പോയിന്റ് എഴുതുന്നുണ്ട്. അപ്പോൾ ഈ 2ാം സ്ഥാനത്തുള്ളവർ ഞാൻ പറയാമേ: അജിത് രാജ്, രേഷ്ണുജ, ജയശ്രീ, ആശാ റോസ്, സഹല, ബിന്ദു രാജേഷ്, ദീപിക. ഇവർ മാത്രം ഉത്തരം പറയേണ്ട ചോദ്യമാണ്. ഇത് കോഴിക്കോടാണ്. കാറ് ചെടി വെച്ച്. കാർ എന്തിനാണോ ചെടി വെച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതിന് ഉത്തരം പറയുന്ന ആൾക്കായിരിക്കും 2ാം സ്ഥാനം. നോക്കട്ടെ, കാറ് ചെടി വെച്ചു. കാർ എന്തിനാ ചെടി വെക്കുന്നത്? കാറ് ചെടി വെച്ചു എന്ന് വെച്ചാൽ എന്താണെന്നുള്ളത് വേഗം പറയുക. എങ്കിൽ 2ാം സ്ഥാനം നിങ്ങൾ ആർക്കെങ്കിലും ഞാൻ തരും. അജിത് രാജ്, രേഷ്ണുജ, ജയശ്രീ, ആശാ റോസ്, സഹല, ബിന്ദു രാജേഷ്, ദീപിക തുടങ്ങിയവരിൽ ആരെങ്കിലും ഉത്തരം പറയൂ. കാറ് ചെടി വെച്ചു എന്ന് വെച്ചാൽ എന്താണ്? ബ്രേക്ക് ഡൗൺ ആയെന്ന് സഹല യാസർ. അല്ല. കാർ വാങ്ങിച്ചെന്ന് ജയശ്രീ. ആ കാർ അല്ല ഈ കാർ. നോക്കട്ടെ ആരാണ് ഉത്തരം പറയുന്നെന്ന്. ഇടിച്ചു എന്ന് സഹല യാസർ. അല്ല. ദീപിക അജിത്ത് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. മഴക്കോള് വരുന്നതിനാണ് കാറ് ചെടി വെച്ചു എന്ന് പറയുന്നത്. എൻ്റെ മലയാളമേ. അപ്പോൾ ദീപികയ്ക്കാണ് 2ാം സ്ഥാനം. 1ാം സ്ഥാനം നേടിയിരിക്കുന്നത് ഫർസാനയാണ്, 3 പോയിന്റ്. ദീപിക അജിത്തും ശരിക്കും 3 പോയിന്റാണ് നേടിയിരിക്കുന്നത്. പക്ഷെ ടൈ ബ്രേക്കറിലൂടെ നേടിയതായതുകൊണ്ട് 2ാം സ്ഥാനമാണ് ദീപികയ്ക്ക്. അപ്പോൾ ഫർസാനയ്ക്കും ദീപികയ്ക്കും ആശംസകൾ. ഇന്നത്തെ ലൈവ് രസകരമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു.
അപ്പോൾ ഇത് തന്നെ ബാക്കി ജില്ലക്കാരുടെ പരാതികൾ തീർത്തുകൊണ്ട് ഞാൻ നാളെ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി ലൈവ് കണ്ടതിന്. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് തരിക. അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തൊക്കെ ടോപ്പിക്കുകളിൽ എന്തൊക്കെ രസകരമായ വിഷയങ്ങളാണ് ക്വിസ് സംഘടിപ്പിക്കേണ്ടത് എന്നുള്ളതെങ്കിൽ ആ ഒരു സജഷൻസും തരിക. നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ലൈവിൽ ഇവിടെ വന്ന് ക്വിസ് അവതരിപ്പിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവരൊക്കെ എനിക്കോ ജയശ്രീക്കോ മെസ്സഞ്ചറിൽ മെസ്സേജ് ചെയ്യുക. അപ്പോൾ നാളെ വീണ്ടും പല മലയാളവുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.